Hello my dear champions, എല്ലാവർക്കും വേദാന്തുവിൻ്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു, പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. നീറ്റ് എക്സാം എടുക്കാറായി, പേടിപ്പിക്കുകയല്ല, കാര്യം പറഞ്ഞതാണ്. നിങ്ങളധികം പ്രഷർ എടുക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം, പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്യുക, ഡീമോട്ടിവേറ്റഡ് ആവാതെ നോക്കുക, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് ഓൺ ദി ആക്സലറേറ്റർ ആൻഡ് ലെറ്റ് ദ car go. Okay, yes or no? Let the vehicle keep moving. Yes or no? Fine. ഇടയ്ക്ക് നിൽക്കരുത്. Yes or no? മറ്റേ നമ്മളിപ്പോൾ പറയാറില്ലേ, വെള്ളം കുഴിക്കുമ്പോൾ വെള്ളം കാണാനായിട്ട് നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം കാണുന്നത് വരെയും കുഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഫൈൻ. യെസ് or no? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് സ്ഥിരം വരുന്നൊരു മെസ്സേജാണ്, സാർ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണില്ല, ആൻസേഴ്സ് കിട്ടുന്നില്ല, ഞാൻ ആകെ ഡീമോട്ടിവേറ്റഡ് ആവുന്നു. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, യു ഡു ഇനഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ടോപ്പിക്. അതായത് ചിലപ്പോൾ ചില ടോപ്പിക്സ് കിട്ടാനായിട്ട് 5-10 ക്വസ്റ്റ്യൻസ് തെറ്റിക്കേണ്ടി വരും ആദ്യം. അതായത് ഓരോ തെറ്റിൽ നിന്നും ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 11ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും നിങ്ങളത് കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് വെൻ ദ മൊമെൻറ്റം ഹിറ്റ്സ്. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ആ മൊമെൻറ്റം പിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അങ്ങോട്ട് 12ാമത്തെയും 13ാമത്തെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. So basically questions ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ടിൽ യു ബിക്കം കംഫർട്ടബിൾ ഇൻ ദാറ്റ് ടോപ്പിക്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, പിന്നെ ലെക്ചേഴ്സ് മുടങ്ങാതെ കാണുക. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലെക്ചേഴ്സ് മുടങ്ങാതെ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, കൂൾ, പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം, പഴയ മക്കൾക്കല്ല, പുതിയ മക്കൾക്കായിട്ട്. എൻ്റെ പേര് സുദർശൻ, നാട്ടിലാണ് പഠിച്ചതൊക്കെ. കോളേജ് ചെയ്തത് ബിച്ച് പിലാനിയിലാണ്, മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി എടുത്ത ബിച്ച് പിലാനിയിൽ നിന്നാണ്. അധികമൊന്നും പറയുന്നില്ല, കാര്യം എപ്പോഴും സ്റ്റുഡൻസ് പറയാറുണ്ട്, സാർ എല്ലാ ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, കേട്ട് ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. കൂടുതൽ അറിയാനായിട്ട് പഴയ വീഡിയോസ് കണ്ടാൽ മതി. നമ്മളെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസിലൊക്കെ. ഓക്കെ, സോ പ്ലീസ് വാച്ച് ദി ഓൾഡ് വീഡിയോസ് ടു നോ മോർ അബൌട്ട് അസ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, നമുക്ക് പതിയെ കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് കാര്യം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതല്ല മെയിനായിട്ടുള്ള കാര്യം, പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് ദ കണ്ടന്റ് ഗോസ് അക്രോസ് കേരളയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് എവറി വൺ ഗെറ്റ്സ് ഗുഡ് ഇൻഫർമേഷൻ, ഗുഡ് നോളജ് ആൻഡ് ഗുഡ് കണ്ടന്റ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻ, സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, പെർഫെക്റ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു General Organic Chemistry. Let's get into General Organic Chemistry. General Organic Chemistry, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ അടിത്തട്ട്, അതായത് ഇതാണ് അതിൻ്റെ ബേസ് എന്നൊക്കെ പറയാനായിട്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. IUPAC നോമൻക്ലേച്ചർ ഇതിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റൻസ് ആയിട്ട് ഞാൻ ഒന്നും കൂടി ആണയിട്ട് പറയാം, വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് IUPAC നോമൻക്ലേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ അത് ദയവ് ചെയ്ത് കാണുക. മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും എല്ലാ റൂൾസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദം, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, അരോമാറ്റിസിറ്റി, അതായത് ഈ 4 കൊമ്പന്മാരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇവന്മാർ. ഗോട്ട് ഇറ്റ്? അതായത് ഇവന്മാരെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ക്വസ്റ്റ്യൻസും തിയറീസും ഇവന്മാരെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. എല്ലാവരും പേനയും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കുറിച്ച് വയ്ക്കുക, പേപ്പറിൽ നോട്ട് ചെയ്യുക. ഓക്കെ, യെസ് ഓ നോ? പെർഫെക്റ്റ്. പിന്നെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെങ്കിൽ നമ്മളറിയില്ല നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്ന്. ഓക്കെ, അത് എന്തുമായാലും പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്, വിൽ ഡെഫിനറ്റ്ലി ബി റിപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒരു ടിപ്പിക്കൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷനെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു റിയാക്റ്റൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ റിയാക്റ്റൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, പ്രോപ്പറായിട്ട് റിയാക്ഷൻ കണ്ടീഷൻസ് ടെമ്പറേച്ചറും പ്രഷറും കൊടുത്തു.
ഈ റിയാക്റ്റൻ്റ് നേരെ പ്രോഡക്റ്റിലേക്ക് ചാടുമോ? ഈ റിയാക്റ്റൻ്റ് നേരെ പ്രോഡക്റ്റിലേക്ക് ചാടുമോ? അതായത് റിയാക്റ്റൻ്റ് നേരെ പ്രോഡക്റ്റിലേക്ക് ചാടുമോ, അതോ ഇടയ്ക്ക് വല്ല സ്റ്റോപ്പ് ഉണ്ടാവുമോ? ഗൈസ്, ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷൻസിൽ 2 തരമുണ്ട്. നിങ്ങളിത് ഫ്യൂച്ചറിൽ പഠിക്കും. അതായത് ദർ ആർ റിയാക്ഷൻസ് വെയർ റിയാക്റ്റൻസ് ആർ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു പ്രോഡക്ട്സ്. ദർ ആർ റിയാക്ഷൻസ് വെയർ റിയാക്ഷൻസ് ആർ ഡയറക്ട്ലി കൺവേർട്ടഡ് ടു പ്രോഡക്ട്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ബൈമോളിക്കുലർ SN2 റിയാക്ഷൻസ് ഒക്കെ റിയാക്റ്റൻസ് നേരെ പ്രോഡക്റ്റിലേക്ക് ചാടും. നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും എന്താണെന്നുള്ളത്. SN2 എന്ന് പറയും. നേരെ മറിച്ച് ദർ ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ഇടയ്ക്കൊരു ബസ് സ്റ്റോപ്പ് എടുക്കും, ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഇൻ്റർമീഡിയറ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇൻ്റർമീഡിയറ്റ് ഇസ് നോട്ട് എ പ്രോഡക്റ്റ്. ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് വരുന്ന ഒരു സ്പീഷിയാണ്. ഓക്കെ, യെസ് ഓർ നോ? ആ ഇൻ്റർമീഡിയറ്റ് വിൽ ഇവൻച്വലി ഫോം ദ പ്രോഡക്റ്റ്. ആ ഇൻ്റർമീഡിയറ്റിൽ നിന്നാണ് പ്രോഡക്റ്റിലേക്ക് പോകുന്നത്. യെസ് ഓർ നോ? പെർഫെക്റ്റ് നോട്ട്? ബേസിക്കലി ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് എനിക്ക് ഇങ്ങനൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. യെസ് ഓർ നോ? ഫൈൻ. ഇങ്ങനൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ സപ്പോസ്, ഒരു മിനിറ്റ്, ഇങ്ങനൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. CH3OH. സപ്പോസ് ഐ വോണ്ട് ടു കൺവേർട്ട് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെയാണ് ഈ കൺവേർഷൻ നടക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ make the reaction go in such a way that an intermediate will be formed in between. ഒരു ഇൻ്റർമീഡിയറ്റ് നടുക്ക് വരുന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻസിനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഇൻ്റർമീഡിയറ്റ്, സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. We can say that one of the intermediates that will come over here is a possible intermediate is something called as a carbocation. ഒരു കാർബോകാറ്റയോൺ എന്ന ഒരു ഇൻ്റർമീഡിയറ്റിനെ എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കൊണ്ടുവരാം, ആ റിയാക്ഷൻ കണ്ടീഷൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഈ കാർബോകാറ്റയോണിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് എത്തും. അതെങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവനെയാണ് ഞാൻ ഇൻ്റർമീഡിയറ്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the potential energy of intermediate will be greater than reactant. The reactant. Potential energy of the intermediate will be greater than the reactant. അതായത് റിയാക്ടന്റിൽ നല്ല എനർജി കൂടുതലായിരിക്കും ഇൻ്റർമീഡിയറ്റിന്. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ്സ് ആർ ലെസ് സ്റ്റേബിൾ. നിങ്ങൾക്കറിയാം അല്ലേ, വെൻ എനർജി ഈസ് ഹയർ സ്റ്റെബിലിറ്റി വിൽ ബി ലോവർ. എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറയും. യെസ് ആണോ? പെർഫെക്റ്റ് ആണോ? ഫൈൻ. എനിക്ക് വേറൊരു കാര്യം എഴുതാൻ പറ്റും. Potential energy of intermediate is also greater than the products. Potential energy of the intermediate is also greater than the products. Yes or no? Potential energy of the intermediate is also greater than the products. അതായത് ഇൻ്റർമീഡിയറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ വളരെ ചെറുതായിരിക്കും. കുറച്ച് നേരത്തേക്ക് അവന്മാർ ഉണ്ടാവുള്ളൂ. ഉടനെ തന്നെ അവന്മാർ റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സിലേക്ക് ഫോം ചെയ്യും. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ഇൻ്റർമീഡിയറ്റ്സ് ഞാനിവിടെ പറഞ്ഞു തരാം. എല്ലാവരും നോക്കുക. One is carbocation. Carbocation is an example of an intermediate. എന്താണ് കാർബോകാറ്റയോൺ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. Another one is carbanion. എന്താണ് കാർബാനിയോൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. Another one is carbon free radical. Yes or no? ഇവന്മാർ 3 പേരുമാണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ്റർമീഡിയറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇൻ്റർമീഡിയറ്റ്സ് ഇവരാണ്. കാർബോകാറ്റയോൺ, കാർബാനിയോൺ, പിന്നെ കാർബൺ ഫ്രീ റാഡിക്കൽ.
ഇതല്ലാതെ വേറെ കുറേ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതല്ലാതെ വേറെ കുറേ ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ കാർബീൻ is an example. Nitrene is another example. Benzene is another example. ഇവന്മാരെയൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കും. കാർബീൻ എന്താണ്, നൈട്രീൻ എന്താണ്, ബെൻസൈൻ എന്താണ് എന്നുള്ളത്. ബെൻസീൻ അല്ല, ബെൻസൈൻ. ബെൻസീൻ ഒരു കോമ്പൗണ്ടാണ്. ബെൻസൈൻ ഓക്കെ, ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഓക്കെ, ഇവരെ 3 പേര് ബേസിക്കലി 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ എന്തായാലും പഠിക്കും ഇവന്മാരെ കുറിച്ച്. യെസ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് തൽക്കാലം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഇതും കണ്ടു കാണും. ഓക്കെ, ഇവന്മാരെ നിങ്ങൾ ഈ കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സിൽ, ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ഫിനോൾ ഈത്തർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് 12th. അവിടെ നിങ്ങൾ ഇവന്മാരെ കുറിച്ച് പഠിക്കും. ഓക്കെ, യെസ് ആണോ? ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ്സ് ആണ് കാർബോ കാറ്റയോൺ, കാർബാനയോൺ, കാർബൺ ഫ്രീ റാഡിക്കൽ. ഇവന്മാരെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം. ഇവന്മാരുടെ സ്ട്രക്ചേഴ്സ് എന്താണ്, പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇവന്മാരെ ഫോം ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഓൾ ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബോണ്ട് ബ്രേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാം. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്, അത് ബ്രേക്ക് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. So understand that a bond breaking can happen in 2 ways. 2 രീതിയിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. ഒന്നൊരു ഹോമോലിറ്റിക് ക്ലീവേജ്, another one is a heterolytic cleavage. Homolytic cleavage and heterolytic cleavage. ഇങ്ങനെ 2 രീതിയിൽ ഒരു ബോണ്ടിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഹോമോലിറ്റിക് ക്ലീവേജ് എന്താണ്? വാട്ട് ഇസ് എ ഹോമോലിറ്റിക് ക്ലീവേജ്? എല്ലാവരും നോക്കുക. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കും, where carbon is attached to a group A. ഞാനൊരു ഹൈ എമൗണ്ട് ഓഫ് എനർജി ഈ കോമ്പൗണ്ടിന് കൊടുത്തു. ഹൈ എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. അതായത് ഹീറ്റ് ഓർ ഈവൻ ലൈറ്റ് വിൽ ഡു. hmu എന്ന സിമ്പിൾ കണ്ടാൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ലൈറ്റ് എനർജി. ഹീറ്റ് എനർജി ഓർ ലൈറ്റ് എനർജി ഞാൻ കൊടുത്തു. ഈ ഹീറ്റ് എനർജി ഓർ ലൈറ്റ് എനർജി ക്യാൻ ആക്ച്വലി ബ്രേക്ക് ദിസ് ബോണ്ട് in such a way that ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ over here, another electron over here. It can break it in such a way that one electron goes to this carbon, another electron goes to this group over here. Okay, ഇതൊരു ഫിഷ് ഹുക്ക് ആരോ ആണ്. ഫിഷ് ഹുക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ that is used for homolytic cleavage. Okay, ഫിഷ് ഹുക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ എയിലേക്ക് പോയി, മറ്റേ ഇലക്ട്രോൺ കാർബണിലേക്ക് പോയി. What is formed over here is called as a carbon free radical. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു intermediate. This is not a product. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റ് ആണ് കാർബൺ ഫ്രീ റാഡിക്കൽ. പ്രോഡക്റ്റ് അല്ല, ഇന്റർമീഡിയറ്റ്. എന്താണ് ഫ്രീ റാഡിക്കൽ എന്ന് ഉദ്ദേശിച്ചത്? ഫ്രീ റാഡിക്കൽ മീൻസ് യു ഹാവ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. ഇത് കണ്ട, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. There is an unpaired electron over here. Yes or no? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ ഇവനും ഫ്രീ റാഡിക്കൽ ആണോ? യെസ്, ദിസ് ഗായ് ഈസ് ഓൾസോ എ ഫ്രീ റാഡിക്കൽ. കാർബൺ ഫ്രീ റാഡിക്കൽ, പിന്നെ വാട്ട് എവർ ഫ്രീ റാഡിക്കൽ ഇസ് ഫോംഡ് ഓവർ ദർ. അത് എന്തുമാവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അത് ഹൈഡ്രജനും ആവാം. ഫോർ എക്സാമ്പിൾ ഈ എ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ H ഡോട്ട് വരും. ബേസിക്കലി H ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. ഓക്കെ, H ഡോട്ട് ഇവിടെ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൈഡ്രജൻ ആറ്റം ഇറ്റ്സെൽഫ്. യെസ് ഓർ നോ? സോ ഫ്രീ റാഡിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? whenever you have an unpaired electron present over there. Got it? Yes or no? Perfect. Cool. Mostly free radical formation വരുന്നത് when electronegativity of C is approximately equal to electronegativity of A. Mostly വരുന്നത്, എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബണും ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എയും ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ എന്ത് പറ്റും? ഈ 2 ഇലക്ട്രോണും ഈ ബോണ്ടിൻ്റെ ഇവന്മാരുടെ 2ൻ്റെയും കറക്റ്റ് നടുക്കായിരിക്കും. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദീസ് ഇലക്ട്രോൺസ് വിൽ ബി ഓൾമോസ്റ്റ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ കാർബണിലേക്കും മറ്റേ ഇലക്ട്രോൺ എയിലേക്കും പോകും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. ദാറ്റ് ഈസ് ഹൗ ഫ്രീ റാഡിക്കൽസ് ആർ ഫോംഡ്. ഗോട്ട് ഇറ്റ്?
ഇനി ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് നമുക്ക് സ്ട്രക്ചർ കാണാം. എന്താണ് ഫ്രീ റാഡിക്കലിൻ്റെ സ്ട്രക്ചർ? എല്ലാവരും നോക്കുക. ഞാനിപ്പോൾ CH3 ഡോട്ട് ഫ്രീ റാഡിക്കലിനെ എടുക്കുകയാണ്. CH3 ഡോട്ട് ഫ്രീ റാഡിക്കൽ which is also called as methyl free radical. CH3 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മീഥൈൽ ഫ്രീ റാഡിക്കലിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ബേസിക്കലി നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം കാർബൺ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. കാർബൺ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് വരച്ച് കാണിക്കുകയാണെങ്കിൽ യു ഹാവ് കാർബൺ ഓവർ ഹിയർ, ഒരു ഹൈഡ്രജൻ ഇങ്ങനെ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഗോട്ട് ഇറ്റ്. p ഓർബിറ്റൽ നേരെ മേളിൽ വരും, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. Yes or no? So basically ഇതാണ് sp2 hybridized state with the unpaired electron in the p orbital. With the unpaired electron in the p orbital. Yes or no? അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് സാറേ എല്ലായ്പ്പോഴും ഫ്രീ റാഡിക്കൽസ് sp2 ഹൈബ്രിഡൈസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കുമോ? എല്ലായ്പ്പോഴും ഫ്രീ റാഡിക്കൽസ് sp2 ഹൈബ്രിഡൈസ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൈഡ്രജൻസിന് പകരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിൽ, ഇവിടെ ഹൈഡ്രജന് പകരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിൽ അപ്പോഴും sp2 ഹൈബ്രിഡൈസ് സ്റ്റേറ്റിലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ചില പ്രോപ്പർട്ടീസ് നമുക്ക് കാണാം. എല്ലാവരും നോക്കുക. ലെറ്റ് സീ സർട്ടൺ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രീ റാഡിക്കൽ. ഇറ്റ് ഹാസ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് അറൗണ്ട് ദ കാർബൺ. അതായത് 7 ഇലക്ട്രോൺസ് ആയിരിക്കും കാർബണിന് ചുറ്റുമുള്ളത്. ഓബ്വിയസ്ലി നിങ്ങൾക്ക് കാണാം. എല്ലാവരും നോക്കുക. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ. 2, 4, 6, 7 ഇലക്ട്രോൺസ് അറൗണ്ട് ദ കാർബൺ. യെസ് ഓർ നോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. EDG എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. EDG എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. EDG എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളിത് പിന്നെ പഠിക്കും. ഇപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റിലൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഇപ്പം ഞാനൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, ഞാനൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഞാൻ ഒരുത്തനായിട്ട് ബോണ്ടഡ് ആണ്. ഓക്കെ, ഞാനും ഇവനും ബോണ്ടഡ് ആണെങ്കിൽ ഐ വിൽ പുഷ് ദി ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദാറ്റ് ഗൈ. ദാറ്റ് ഈസ് വാട്ട് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡസ് ജനറലി. അവനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് പുഷ് ചെയ്യും. ഓക്കെ, യെസ് ഓർ നോ? അപ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ്. എനിക്കിവിടെ ഈ ഹൈഡ്രജന് പകരം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ഇല്ലേ, ഈ ബോണ്ടഡ് ആയിട്ടുള്ള ഈ ഇലക്ട്രോൺസ് ഇല്ലേ, ഈ ഇലക്ട്രോൺസിനെ ഞാൻ ഇങ്ങോട്ട് തള്ളും, കാർബണിൻ്റെ സൈഡിലേക്ക് തള്ളും. ഈ ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഐ വിൽ പുഷ് ദോസ് ഇലക്ട്രോൺസ്. EDG വിൽ പുഷ് ദോസ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ കാർബൺ. അപ്പോൾ കാർബണിന് കൂടുതൽ സന്തോഷവും. കാര്യം എന്താണ്? കാർബൺ ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. കാർബൺ അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വാണ്ട്സ് ഇലക്ട്രോൺസ്. ഇതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷിയാണ്. ഏത്? ഫ്രീ റാഡിക്കൽ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷിയാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്, അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വിൽ സ്റ്റെബിലൈസ് ഇറ്റ്. കാർബൺ കൂടുതൽ സന്തോഷവും. അതിനാകെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതിനെങ്ങനെയെങ്കിലും കുറച്ചും കൂടി ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയ സന്തോഷമാണ്. ഒരു ഇലക്ട്രോൺ ഫുള്ളായിട്ട് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഇവിടെ നിന്നുള്ള കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി തള്ളി അങ്ങോട്ട് നീക്കും. അപ്പോൾ ഈ കാർബണ് സന്തോഷവും കുറച്ചെങ്കിലും സന്തോഷം വരും. ഇറ്റ് ബി സ്റ്റെബിലൈസ്ഡ്. സ്റ്റെബിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി സ്റ്റെബിലൈസ്ഡ് എന്നല്ല, കുറച്ച് സ്റ്റെബിലൈസേഷൻ വരും. നിങ്ങൾ വിചാരിക്കും സാർ സ്റ്റെബിലൈസ്ഡ് ആയാൽ പിന്നെ അത് റിയാക്ട് ചെയ്യില്ലല്ലോ. വൺസ് എ സബ്സ്റ്റൻസ് സ്റ്റെബിലൈസ് ഇറ്റ് വോണ്ട് റിയാക്ട്. അങ്ങനെ വിചാരിക്കരുത്. ഇറ്റ് വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബെറ്റർ ദാൻ. അതായത് ഇവിടെ ഹൈഡ്രജൻ വരുന്നതിലും നല്ലത് EDG ആയിരിക്കും. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൽ പുഷ് ദി ഇലക്ട്രോൺസ് ഫർദർ ടുവേർഡ്സ് കാർബൺ. അപ്പോൾ ദിസ് വിൽ ബി മോർ ഹാപ്പി. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുക. +I വരാം, +M വരാം, +H വരാം. ഇത് മൂന്നും എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നില്ല. +I എന്ന് വെച്ചാൽ പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, +M എന്ന് വെച്ചാൽ പ്ലസ് മീസോമെറിക് ഇഫക്റ്റ്, +H എന്ന് വെച്ചാൽ പ്ലസ് ഹൈപ്പർ കോൺജുഗേറ്റ്. ഇത് മൂന്ന് നിങ്ങൾ പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇന്ന് പഠിക്കും. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് അറിയും, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ റൈറ്റ് നൗ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വന്നാൽ കാർബൺ ഫ്രീ റാഡിക്കൽ വിൽ ബി സ്റ്റെബിലൈസ്ഡ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഏത്? ഈ ഫ്രീ റാഡിക്കൽ CH3 ഡോട്ട് ഫ്രീ റാഡിക്കൽ ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ്. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. we can say that hybridization
we can say that hybridization of free radical in general, hybridization of free radical is between sp2, it is in between sp2 and sp3. It is in between sp2 and sp3. എല്ലാ ഇപ്പോഴും കറക്റ്റ് sp2 ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ sp3 ആവുന്ന സ്ഥലത്ത്? sp3 ആവുന്ന ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? സിമ്പിളായിട്ട് CF3 ഡോട്ട് ഫ്രീ റാഡിക്കൽ ആക്ച്വലി sp3 hybridized ആണ്. കാർബൺ ഇസ് sp3 hybridized over there. അതായത് ബേസിക്കലി CF3 വരുന്നത് ഇങ്ങനൊരു സ്ട്രക്ചർ ആയിരിക്കും, ഒരു പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും. sp3 hybridized എന്ന് വെച്ചാൽ എന്താണ്? ഈ sp3 hybridized orbitals will be arranged in a tetrahedral geometry. ടെട്രാഹെഡ്രൽ ജോമെട്രി ആണെങ്കിലും ഷേപ്പ് എടുക്കുമ്പോൾ നമ്മൾ ബോൺഡ്സിനെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ കെമിക്കൽ ബോണ്ടിങ്ങിൽ? ഇവനെ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഷേപ്പ് വരുന്ന ഒരു പിരമിഡൽ ജോമെട്രി ആയിരിക്കും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എന്തുകൊണ്ടാണ് CF3 ഡോട്ടും CH3 ഡോട്ടും ഹൈബ്രിഡൈസേഷൻ വേറെ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ അറിയണമെങ്കിൽ ഇറ്റ് ഈസ് സംവാട്ട് ബേസ്ഡ് ഓൺ സംതിങ് കോൾഡ് ആസ് ബെൻസ് റൂൾ. ബെൻസ് റൂളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത്. അതായത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം വരുമ്പോൾ, when there is an electronegative atom and a lone pair coexisting, അല്ലെങ്കിൽ lone pair വേണ്ട unpaired electron coexisting, understand that the electronegative atom tries to be in a hybridized orbital where p character is more. p character more ആയ ഒരു ഓർബിറ്റലിൽ നിൽക്കാൻ അതിന് ടെൻഡൻസി കൂടും. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ കെമിക്കൽ ബോണ്ടിങ് ഈ ചാനലിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ബെൻസ് റൂളിനെ കുറിച്ചും പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ പി ക്യാരക്ടർ മോർ ആവുന്നു അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ sp3യിൽ 3 p ഓർബിറ്റൽസും ഒരു s ഓർബിറ്റലും ഉണ്ട്. പി ക്യാരക്ടർ ഇസ് മോർ ഓവർ ദർ, പെർസെൻറ്റേജ് പി ക്യാരക്ടർ ഇസ് മോർ. ഓക്കെ, ഫൈൻ. അതിൻ്റെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് ഒന്നും ഞാനിപ്പോൾ കിടക്കുന്നതില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് CH3 ഡോട്ട് ആണെങ്കിൽ sp2 ആണ്, CF3 ഡോട്ട് ആണെങ്കിൽ sp3 ആണ്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ നമുക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ കാര്യമില്ല ഇത് പറഞ്ഞിട്ട്. കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു നോക്കണം ബെൻസ് റൂള്. ഓക്കെ, യെസ് ആണ്, ചിലപ്പോൾ ഞാൻ തന്നെ പഠിപ്പിക്കുകയായിരിക്കും. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദ സ്ലോട്ട്. ഫൈൻ. അപ്പോൾ CF3 ഡോട്ട് ഇസ് എൻ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട എന്താണ്? എക്സാംസിന് മനസ്സിൽ വെക്കേണ്ടത് CF3 ഡോട്ട് വരികയാണെങ്കിൽ sp3 കൊടുക്കുക, CH3 ഡോട്ട് വരികയാണെങ്കിൽ sp2 കൊടുക്കുക. ഫൈൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ജനറൽ ബിറ്റ്വീൻ sp2 ആൻഡ് sp3. Got it? In general, it is in between sp3 and sp2. Got it? അടുത്ത പോയിന്റ് നോക്കാം. In general, between sp2 and sp3. Got it? Next point. ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി. എവിടെ? ഇവൻ്റെ കാര്യമാണ് കേട്ടോ ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി. നമ്മളിപ്പോൾ CH3 ഡോട്ടിനെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. CH3 ഡോട്ട് ഹാസ് ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി. ഇറ്റ് ഹാസ് ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി. കാര്യം എന്താണ്? sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് പോയിന്റ് BP എന്താണ്? ബ്ലഡ് പ്രഷർ അല്ല, നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ബോണ്ട് പെയർ ഇലക്ട്രോൺസ് വരുന്നത് എന്താണ്? 3 ബോണ്ട് പെയർസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ദിസ് ഇസ് 1 ബോണ്ട് പെയർ, another one. 3 ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ഓക്കെ, മൊത്തത്തിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടത്. UP എന്താണ്? ഉത്തർപ്രദേശ് അല്ല, അൺപെയർഡ് ഇലക്ട്രോൺസ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ദിവനാണ് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ. വി നോ ദാറ്റ്. ഫ്രീ റാഡിക്കൽ എന്ന് വെച്ചാൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ പറഞ്ഞ LP എന്താണ്? ലോൺ പെയർസ് എത്രയാണ് വരുന്നത്? ഇവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ല. ലോൺ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ പെയർ ഓഫ് ഇലക്ട്രോൺ വിച്ച് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ബോണ്ടിങ്. ഇവിടെ അങ്ങനെ ലോൺ പെയർ ഇലക്ട്രോൺസ് വരുന്നില്ല. സോ ലോൺ പെയർ ഇസ് ഈക്വൽ ടു 0. യെസ് ഓർ നോ? പെർഫെക്റ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്വിയസ്ലി ഒരു റിയാക്റ്റന്റിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ്. കാര്യം എന്താണ്? ഇവന് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ആ അൺപെയർഡ് ഇലക്ട്രോൺ ഓൾവേസ് വോണ്ട്സ് ടു ഗെറ്റ് പെയർഡ്. എങ്ങനെയെങ്കിലും പെയർ ചെയ്താൽ മതി എന്നാണ്. It is very, very reactive. Yes or no? It is extremely reactive. Free radicals. Got it? It is paramagnetic in nature. Paramagnetic എന്ന് വെച്ചാൽ എന്താണ്? Whenever there is a presence of unpaired electron,
ആ സ്പീഷി വിൽ ബി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. പാരാമാഗ്നറ്റിക്കിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുമ്പോൾ ദീസ് ഗൈസ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ മാഗ്നറ്റ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഓക്കെ, a paramagnetic substance will always get attracted to an external magnetic field. അപ്പോൾ free radicals are paramagnetic in nature. ഞാൻ ഈ ലിസ്റ്റ് തന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ they can easily ask all this. ഇത് മൊത്തം നിങ്ങളോട് ചോദിക്കാൻ പറ്റും. അതായത് which among the following is a property of a free radical. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം അവർക്ക്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഹോമോളിറ്റിക് ക്ലീവേജിനെ കുറിച്ചാണ്. ഹോമോളിറ്റിക് ക്ലീവേജിൽ ഒരു ഇലക്ട്രോൺ ഒരുത്തനും മറ്റേ ഇലക്ട്രോൺ മറ്റവനും പോകും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെട്രോളിറ്റിക് ക്ലീവേജ് ആണ്. ഹെട്രോളിറ്റിക് ക്ലീവേജിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹെട്രോളിറ്റിക് ബോണ്ട് ബ്രേക്കിംഗിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരും നോക്കുക. സപ്പോസ് ഐ ഹാവ് എ കാർബൺ ഓവർ ഹിയർ ആൻഡ് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു എ ഗ്രൂപ്പ് ബി. Imagine that electronegativity of B is greater than electronegativity of carbon. അതായത് ബിയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ബിയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റും ഈ ഇലക്ട്രോൺസ് വിൽ ബി ക്ലോസർ ടു ബി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് അതിൻ്റെ അർത്ഥം എന്താണ്? That these two electrons, the bond pair electrons will be closer to B. Yes or no? Bond pair electrons will be closer to B means it will have a partial negative charge over here. Electron density ഈ സൈഡിൽ കൂടുതലാണ്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇനി ഞാൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വെൻ ഇറ്റ് ബ്രേക്സ് ഈ രണ്ട് ഇലക്ട്രോണും ഇങ്ങോട്ട് പോകും. കാർബൺ ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. കാര്യം അവൻ്റെ ഇലക്ട്രോണും കൂടെ ചൂണ്ടിയിട്ട് ഇവൻ പോയി, അല്ലേ? യെസ് ഓർ നോ? ദിസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ടേക്സ് ബോത്ത് ദി ഇലക്ട്രോൺസ്. ഇതിൻ്റെ ഇലക്ട്രോൺ എടുത്തുകൊണ്ട് പോകും, കാർബണിൻ്റെ ഇലക്ട്രോൺ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? കാർബൺ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ, ബി വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. കാർബൺ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ, ബി വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. ഇങ്ങനെയുള്ള when a positive charge comes on a carbon, it is called as a carbocation. When a positive charge comes on the carbon, it is called as a carbocation. ചുറ്റുമുള്ള ആറ്റംസ് ഹൈഡ്രജൻ തന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് കമ്മിങ് ഓൺ ദിസ് കാർബൺ, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ carbocation. എപ്പോഴാണ് ഉണ്ടാവുക? വെൻ ദർ ഇസ് എ ഹെട്രോളിറ്റിക് ക്ലീവേജ്. ഇനി കാർബോകാറ്റോണിനെ കുറിച്ച് പഠിക്കാം. കാർബോകാറ്റോണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത്, ഈ കാർബണെ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് 1, 2, 3. It has 3 sigma bonds. It has 3 sigma bonds and 0 lone pair. 3 sigma bonds and 0 lone pair. 3 sigma bonds ഉം 0 lone pair ഉം ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഹൈബ്രിഡൈസേഷൻ വിൽ ബി ഈക്വൽ ടു sp2. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ വാല്യൂ is equal to number of sigma bonds plus number of lone pair. ഇതും നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇസ് 3, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് 0. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് ഈക്വൽ ടു 3. ഹൈബ്രിഡൈസേഷൻ ഉള്ള 3 എന്ന് വെച്ചാൽ ഇറ്റ്സ് sp2. ഹൈബ്രിഡൈസേഷൻ 2 ആണെങ്കിൽ sp. ഹൈബ്രിഡൈസേഷൻ 4 ആണെങ്കിൽ sp3. യെസ് ആണോ? ഫൈൻ. അപ്പോൾ ഈ ഒരു കാർബോകാറ്റയോണിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp2 ആണ്. അതുകൊണ്ട് തന്നെ ഈ കാർബോകാറ്റോണിൻ്റെ സ്ട്രക്ചർ വരുന്നത് എന്തായിരിക്കും? ട്രൈഗണൽ പ്ലെയിനാർ ആയിരിക്കും. ഇറ്റ് വിൽ ബി ട്രൈഗണൽ പ്ലെയിനാർ. കാരണം sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഇറ്റ് ബി ട്രൈഗണൽ പ്ലെയിനാർ. യെസ് ഓർ നോ? ഫൈൻ. നമുക്കിനി പോയിന്റ്സ് നോക്കാം. ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. അതായത് 6 ഇലക്ട്രോൺ ചുറ്റുമുണ്ട്. ഓക്കെ, 6 ഒക്ടറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 8 ഇലക്ട്രോൺസ് വേണം. ഇവിടെ നമുക്കുള്ളത് 6 ഇലക്ട്രോൺസ് ഉള്ളൂ. 1 ആസ് ഇൻ 2 over here, 2 over here, 2 over here, 2, 4, 6. Yes or no? അതിൻ്റെ അർത്ഥം 3 ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലേ? നെക്സ്റ്റ്, ഇറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ an electron donating group. Obviously, ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് ഗോയിങ് ടു പുഷ് ഇലക്ട്രോൺ ടുവേർഡ്സ് ദിസ് കാർബൺ. ഈ കാർബണിന് സന്തോഷമാവും, അല്ലേ? ഈ കാർബൺ സന്തോഷവും. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പുഷസ് ഇലക്ട്രോൺ ടുവേർഡ്സ് ദിസ് കാർബൺ. ആ കാർബൺ ഹാസ് ഗോട്ട് എ പോസിറ്റീവ് ചാർജ്. ആ പോസിറ്റീവ് ചാർജ്, ഇപ്പോൾ എനിക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ ആ ചാർജ് ക്യാൻസൽ ചെയ്യാനേ നോക്കുള്ളൂ. കാരണം ചാർജസ് ഡീസ്റ്റെബിലൈസ് ദ സബ്സ്റ്റൻസ്.
ഇപ്പോൾ ചാർജ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ, കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡീസ്റ്റെബിലൈസ്ഡ് ആവും അല്ലേ. പോസിറ്റീവ് ചാർജ് കൂടുതലാണ്, എനിക്ക് എങ്ങനെയെങ്കിലും റിയാക്ട് ചെയ്താൽ മതി, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ചാർജ് ക്യാൻസൽ ചെയ്യണം അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു സ്റ്റെബിലൈസ് ദിസ് പോസിറ്റീവ് ചാർജ്. ഇറ്റ് ഈസ് ഓൺലി ഗോയിങ് ടു സ്റ്റെബിലൈസ് ദ കാർബോകാറ്റയോൺ. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസും റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ഡോണ്ട് വറി, ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. ആ ലോജിക്ക് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഞാൻ ഈ കൊടുത്തക്കണ കാർബോകാറ്റയോൺ ഈസ് sp2 ഹൈബ്രിഡൈസ്ഡ്. യെസ് ഓർ നോ? ഫൈൻ. വെൻ ദർ ആർ 3 sigma bonds, when there are 3 sigma bonds and 0 lone pairs, obviously it is sp2 hybridized. Okay, when there are 3 sigma bonds and 0 lone pairs, obviously it is sp2 hybridized. Keep that in mind. Okay, yes or no? Next, trigonal planar geometry ആണ് വരുന്നത്. ഇവിടെ trigonal planar geometry ആണ് വരുന്നത്. Yes or no? Because it's sp2 hybridized, the geometry is trigonal planar. Yes or no? Perfect. Next, bond pair 3 എണ്ണം ഉണ്ട്. 3 bond pairs ഉണ്ട്. യെസ് ഓ നോ? ലോൺ പെയർസ് എത്ര ഉണ്ട്? 0 ലോൺ പെയർ. അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 0. ഫ്രീ റാഡിക്കലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണും 0 ലോൺ പെയർ വരുന്നു. ഇവിടെ 0 ലോൺ പെയർസ് ആൻഡ് 0 അൺപെയർഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ്, ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഇസ് മോർ റിയാക്റ്റീവ്. ഒബ്വിയസ്ലി ഭയങ്കര അൺസ്റ്റേബിൾ ആണ് ഇവൻ. കാര്യം എന്താണ്? ഇവന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, എങ്ങനെയെങ്കിലും ആ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്താൽ മതി എന്നാണ് ഇവൻ്റെ വിചാരം. ഓക്കെ, ബേസിക്കലി ദിസ് ഗായ് ഈസ് ആൻ ഇലക്ട്രോഫൈൽ. ഇവനൊരു ഇലക്ട്രോഫൈലാണ്. ദേ ആർ ഇൻ സെർച്ച് ഓഫ് ഇലക്ട്രോൺസ്. നേരത്തെ കണ്ടവനും ഇലക്ട്രോഫൈലാണ്, ഫ്രീ റാഡിക്കൽ. അവനും ഒരു ഇലക്ട്രോഫൈലാണ്, ഇവനും ഒരു ഇലക്ട്രോഫൈലാണ്. ബിക്കോസ് ദേ ആർ ഇൻ സെർച്ച് ഓഫ് ഇലക്ട്രോൺസ്. യെസ് ഓർ നോ? ദേ ലവ് ഇലക്ട്രോൺസ്. ദേ ആർ സീക്കിംഗ് ഇലക്ട്രോൺസ്. യെസ് ഓർ നോ? സോ എല്ലാവരും നോക്കുക, ദേ ബിഹേവ് ആസ് ആൻ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്താണ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? പെർഫെക്റ്റ്, കൂൾ. നമുക്കിനി അടുത്ത ഹെട്രോളിറ്റിക് ക്ലീവേജിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അനദർ സിറ്റുവേഷൻ വേർ കാർബണും ഡിയും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഡി. കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡീനേലും കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ ആ കാർബൺ ഡി ബോണ്ട് നോക്കുകയാണെങ്കിൽ these two electrons are closer to carbon. So carbon will get a partial negative charge, D will get a partial positive charge. ഇനി ഞാൻ ഈ ബോണ്ട് അങ്ങോട്ട് പൊട്ടിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? കാർബൺ ഈ 2 ഇലക്ട്രോണും കൊണ്ട് ഓടിപ്പോകും. അതായത് ഡിയുടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഡിയുടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവനെയും കൊണ്ട് കാർബൺ ഓടിപ്പോകും. So basically carbon will get a negative charge and D will get a positive charge. Carbon will get a negative charge and D will get a positive charge. Carbon negative charge വരുവാണെങ്കിൽ we'll call it as a carbanion. Carbon negative charge വരുവാണെങ്കിൽ we'll call it as a carbanion. മറ്റവൻ കാർബോകാറ്റയോൺ, ഇവൻ കാർബാനിയോൺ. Got it? Understand the bond is polar. Polar എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ദർ ഇസ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അതാണ് പോളാർ ബോണ്ടിന്റെ അർത്ഥം. നേരത്തെ കാർബോകാറ്റയോൺ ഫോർമേഷനും പോളാർ ബോണ്ട് തന്നെയായിരുന്നു. പക്ഷെ കാർബോകാറ്റയോൺ ഫോർമേഷന് ഈ ഗ്രൂപ്പിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാസ് ഗ്രേറ്റർ ദാൻ കാർബൺസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. കാർബാനിയോൺ ഫോർമേഷന് ഗ്രൂപ്പിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ലെസ്സർ ദാൻ കാർബൺസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഗോട്ട് ഇറ്റ്? അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഇനി നമുക്ക് ഇവന്റെ സ്ട്രക്ചറും പ്രോപ്പർട്ടീസും, അതായത് ജാതകം മൊത്തം എഴുതാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാർബൺ ഇസ് അറ്റാച്ച്ഡ് ടു 3 സിഗ്മ ബോണ്ട്സ്. 1 2 3 1 2 3 3 സിഗ്മ ബോണ്ട്സ് ആൻഡ് 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ഉണ്ട്. യെസ് ആണോ? ദീസ് 2 ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസിൽ ഒരെണ്ണം കാർബന്റെ തന്നെ ഇലക്ട്രോൺ ആയിരുന്നു, ഒരെണ്ണം കാർബൺ ചൂണ്ടിക്കൊണ്ട് വന്നതാണ്. ഓർമ്മയില്ലേ? കാർബൺ ചൂണ്ടിക്കൊണ്ട് വന്നതാണ്. അതായത് ഡിയുടെ ഇലക്ട്രോൺ ആയിരുന്നു, അത് അടിച്ചുകൊണ്ടാണ് കാർബൺ വന്നത്. So basically carbon will get a lone pair of electrons over here. Yes or no? So 3 sigma bonds and 1 lone pair means hybridization value എന്താണ് വരാൻ പോകുന്നത്? 4 ആണ് വരാൻ പോകുന്നത്. അതായത് it will be sp3 hybridized. അതുകൊണ്ടാണ് arrangement of these orbitals are according to a tetrahedral geometry. Arrangement is in tetrahedral geometry. പക്ഷെ ഷേപ്പ് വരാൻ പോകുന്നത് എന്തായിരിക്കും? ഷേപ്പ് വരാൻ പോകുന്നത് പിരമിഡൽ ആയിരിക്കും. യെസ് ആണോ? കാര്യം ഷേപ്പിൽ നമ്മൾ ലോൺ പെയർസിനെ കൂട്ടില്ല. നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ്. ഷേപ്പിൽ നമ്മൾ ലോൺ പെയർസിനെ കൂട്ടില്ല. ഷേപ്പ് വരാൻ പോകുന്നത് പിരമിഡൽ ജോമെട്രി ആയിരിക്കും. യെസ് ആണോ?
Yes or no, my dear students? നമുക്കപ്പോൾ ജാതകം മൊത്തം കാണാം. എല്ലാവരും നോക്കുക. നമുക്ക് പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കാം. ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. കംപ്ലീറ്റ് ഒക്ടെറ്റ് ആണ്. ഒക്ടെറ്റ് കംപ്ലീറ്റ് ആണ്. കാര്യം എന്താണ്? 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. 2, 4, 6, 8 കാർബൺസ് ഒക്ടെറ്റ് ഇസ് കംപ്ലീറ്റ്. ഫൈൻ. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. കാര്യം എന്താണ്? കാർബൺ ഇവിടെ ഉള്ളത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജിനെ ഇപ്പം എൻ്റെ നെഗറ്റീവ് ചാർജസ് കുറേ ഉണ്ടെങ്കിൽ ഐ വിൽ ബി സെർച്ചിങ് ഫോർ എ പോസിറ്റീവ് ചാർജ്. എനിക്ക് അല്ലെങ്കിൽ ഐ വിൽ ബി സെർച്ചിങ് ഫോർ സംതിങ് ദാറ്റ് ഇസ് പോസിറ്റീവ്. എനിക്ക് ആ നെഗറ്റിവിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യാനേ ഞാൻ നോക്കുള്ളൂ, അല്ലെങ്കിൽ കുറയ്ക്കാനേ ഞാൻ നോക്കുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചാർജ് ഡെൻസിറ്റി, അത് എന്ത് ചാർജ് ഡെൻസിറ്റി ആയാലും, പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ആയാലും നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ആയാലും, അത് കൂടുതലാണെങ്കിൽ അത് മോശമാണ്. ഇറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ സ്പീഷി. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് നെഗറ്റീവ് ചാർജിലാണ്. ഈ നെഗറ്റീവ് ചാർജിനെ എനിക്ക് എങ്ങനെയും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വിൽ പുൾ ദീസ് ഇലക്ട്രോൺസ്, അതായത് ഈ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവനെ അങ്ങോട്ട് വലിക്കുമ്പോൾ ഈ മൊത്തത്തിൽ ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി, ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇലക്ട്രോൺസിനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറച്ചങ്ങോട്ട് കുറയും. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു കാർബാനിയോണ് ഏറ്റവും നല്ലത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. കാര്യം എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആ ഡെൻസിറ്റി, ആ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഫ്രം ദ കാർബണെ കുറയ്ക്കാൻ നോക്കും. നേരെ മറിച്ച് എനിക്കിവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഉള്ളതെങ്കിലോ, ഞാൻ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും അതിനെ ഉപദ്രവിക്കും. ഞാൻ കൂടുതൽ ഇലക്ട്രോൺസ് തള്ളിക്കയറ്റാൻ നോക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളതെങ്കിൽ ദാറ്റ് വിൽ പുഷ് ദി ഇലക്ട്രോൺ ടുവേർഡ്സ് കാർബൺ. അതായത് ആ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി അത്രയും കൂടും. അത് വളരെ മോശമല്ലേ? കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചാർജ് ഡെൻസിറ്റി എത്രയും കൂടുതലാണോ അത്രയും ഡീസ്റ്റെബിലൈസ്ഡ് ആവും. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? സോ ഇറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ electron withdrawing group. Okay, minus I, minus M, minus H, minus inductive, minus mesomeric, minus hyperconjugative. അത് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ്, ഇറ്റ് ഇസ് sp3 hybridized. ഞാനിവിടെ കാണിച്ചവൻ sp3 hybridized ആണ്. ഈ കാണിച്ചത് sp3 hybridized ആണ്. കാര്യം എന്താണ്? 3 സിഗ്മ ബോൺസ് ഉണ്ട്, 3 സിഗ്മ ബോൺസ് ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. 3 സിഗ്മ ബോൺസ് ഉണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ എല്ലാ കാർബാനിയോണും എല്ലാ കാർബോകാറ്റയോണും, കാർബാനിയോൺ എപ്പോഴും sp3യും കാർബോകാറ്റയോൺ എപ്പോഴും sp2 ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഈ ഡയഗ്രാംസിലുള്ള ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ. കാര്യം എന്താ? ഇവിടെ 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് ഐ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു കാർബാനിയോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഇവന്റെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത്, look at the number of sigma bonds. 1 sigma bond, another sigma bond, and 1 lone pair. So basically 2 sigma bonds and 1 lone pair. 2 plus 1 3. ഇതൊരു sp2 hybridized ആണ്. കാർബാനിയോൺ തന്നെയാണ്, പക്ഷെ ഇത് sp2 hybridized ആണ്. ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. Suppose the carbon has a triple bond over here. And imagine it has the lone pair of electrons. So basically 1 sigma bond and 1 lone pair. ഇവിടെ 1 സിഗ്മ ബോണ്ടും 1 ലോൺ പെയറും ആണ്. അപ്പോൾ 1 + 1 = 2. വരാൻ പോകുന്നത് എന്താണ്? sp ഹൈബ്രിഡൈസ് കാർബാനിയോൺ ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് പ്രോബ്ലംസിൽ കാണും. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ഇപ്പോഴും കാർബാനിയോൺ sp3 ആണ് എന്ന് വിചാരിച്ചിരിക്കരുത്. Got it? It can change, depends upon the number of sigma bonds and lone pairs attached to it. ഇവിടെ sp3 എന്ന് കൊടുത്തിരിക്കുന്നത് ഈ ഡയഗ്രാമിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. Whenever it has 3 sigma bonds and 1 lone pair. Got it? Fine. മറക്കരുത്. കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ കാണും. ഡോണ്ട് വറി അബൌട്ട് ദം. സ്ട്രക്ചർ വരുന്നത് പിരമിഡലാണ്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, ലോൺ പെയർ ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്ട്രക്ചർ. ഇത്രയും മാത്രമേ സ്ട്രക്ചറിൽ വരുള്ളൂ, അല്ലേ? യെസ് ഓ നോ? ഒരു പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും ഇവന്. യെസ് ഓ നോ? ഒരു ട്രയാങ്കുലർ ബേസ് ഉള്ള പിരമിഡ്, ഇങ്ങനെ ഒരു പിരമിഡ് ആയിരിക്കും. യെസ് ഓ നോ? Yes or no, my dear students?
സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഐഡിയ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, യെസ് ഓ നോ? ഇതാണ് ട്രയാങ്കുലർ ബേസ്. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? ഫൈൻ. നെക്സ്റ്റ് എല്ലാവരും നോക്കുക. ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് 3 എണ്ണം ഉണ്ട്. ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് 3 എണ്ണം ഉണ്ട്. എവിടെ? 1 2 3. യെസ് ഓ നോ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര? 0. അൺപെയർഡ് ഇലക്ട്രോൺസ് 0. കാര്യം അൺപെയർഡ് ആയിട്ടൊന്നുമില്ല. യെസ് ഓ നോ? നെക്സ്റ്റ്, ഹൈലി അൺസ്റ്റേബിൾ. ഹൈലി അൺസ്റ്റേബിൾ ആണ്. എന്തുകൊണ്ടാണ്? ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഇവനൊരു ന്യൂക്ലിയോഫൈൽ ആവാൻ തീരുമാനിക്കും. അതായത് ഇറ്റ് ഈസ് ഇൻ സെർച്ച് ഓഫ് എ പോസിറ്റീവ് ചാർജ്. ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ്. ഇറ്റ് ബിഹേവ്സ് ആസ് എ ന്യൂക്ലിയോഫൈൽ. ഇറ്റ് ബിഹേവ്സ് ആസ് എ nucleophile. Nucleophile എന്ന് വെച്ചാൽ it goes for a positive charge. Yes or no, my dear champions? Perfect or not? Cool. അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഹോമോളിറ്റിക് ക്ലീവേജും ഹെട്രോളിറ്റിക് ക്ലീവേജിലും. ഹോമോളിറ്റിക് ക്ലീവേജിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും. ഹെട്രോളിറ്റിക് ക്ലീവേജിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് കൻ either be a carbocation or carbanion. Good. Next, let's get into electronic effects. ഈ ഇലക്ട്രോണിക് ഇഫക്ട്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇലക്ട്രോണിക് ഇഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട്. ഇലക്ട്രോൺസ് ചിലപ്പോൾ വെറുതെ അടങ്ങിയിരിക്കില്ല, അവന്മാർ കുറച്ച് കുറുമ്പന്മാരാണ്. ഇവന്മാരുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട്, എന്തുകൊണ്ടാണ് അവർ മൂവ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു തരാം. ഇവന്മാരുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട് സെർട്ടൺ ഇഫക്ട്സ് ഉണ്ടാവും, സെർട്ടൺ ചേഞ്ചസ് ഉണ്ടാവും ഈ സ്പീഷീസിൽ. ഏത് സ്പീഷീസിൽ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പീഷീസിൽ. അത് എന്ത് കോമ്പൗണ്ടും ആയിരിക്കട്ടെ, ചിലപ്പോൾ ചില ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഇവന്മാരുടെ നേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ഈ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. And because of the different type of movements, it creates different effects. For example, inductive effect is one electronic effect which is a permanent effect. എന്താണ് permanent effect എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. Mesomeric effect is another electronic effect that is also a permanent effect. Hyperconjugation is also another electronic effect that is also a permanent effect. Electromeric effect is also another electronic effect which is a temporary effect. ഇത് എന്തുകൊണ്ടാണ് പെർമനന്റ്, എന്തുകൊണ്ടാണ് ടെമ്പററി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. എല്ലാവരും നോക്കുക. ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് നമ്മുടെ വടംവലി മത്സരമാണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് നമ്മുടെ വടംവലി മത്സരമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഇമാജിൻ, എല്ലാവരും നോക്കുക. എനിക്കിപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. ബേസിക്കലി ഈ ജിഫ് മിന്നിമായുന്നതിൽ നല്ലത് ഞാനിവിടെ വരച്ച് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പോവും. എല്ലാവരും നോക്കുക. സപ്പോസ് ഐ ഹാവ് CH3, CH2, Cl. It is attached to an electronegative atom. Okay, Cl പോലത്തെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിലേക്ക് അത് അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുക, കാർബൺ. സോ ബേസിക്കലി ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, ഈ ക്ലോറിന് കാർബണിലും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ ക്ലോറിൻ്റെ അടുത്തേക്ക് ഈ 2 ഇലക്ട്രോൺസും പോകും. ബേസിക്കലി വടംവലി മത്സരം പോലെ തന്നെ. ക്ലോറിൻ ഇങ്ങോട്ട് വലിക്കാൻ നോക്കുന്നു, കാർബൺ അങ്ങോട്ട് വലിക്കാൻ നോക്കുന്നു. സോ ബട്ട് അൾട്ടിമേറ്റ്ലി ഹൂ വിൻസ്? ക്ലോറിൻ വിൻസ് ഓവർ ഹിയർ. സോ ക്ലോറിൻ ഗെറ്റ്സ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ. Carbon gets a partial positive charge over here. Yes or no, my dear champions? Yes or no? Fine. This is simple. ഇത് തന്നെ നിങ്ങൾ അങ്ങോട്ട് ഇനിയും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ ലോജിക്ക് തന്നെ നമ്മൾക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സപ്പോസ് ഐ ഹാവ് CH3 ഓവർ ഹിയർ. ഓക്കെ, ഞാനിങ്ങനെ CH3നെ വെച്ചു. ഇവിടെ CH2 ഉണ്ട്, ഓക്കെ, ഇവിടെ Cl ഉണ്ട്. ഓക്കെ, Clന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വന്നു, ഈ കാർബണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വന്നു. ഈ കാർബണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് പറ്റും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് കുറച്ച് ഇങ്ങോട്ട് പുഷാവും. അപ്പോൾ ഈ കാർബൺ എന്ത് പറ്റും?
ഈ കാർബണും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും ഇല്ലേ? പക്ഷെ ആ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരാൻ പോകുന്നത് സ്ലൈറ്റ്ലി ലെസ്സർ ആയിരിക്കും. അതായത് ഈ കാർബൺ നേരിടുന്നത് ഒരു തലതൊട്ടപ്പനെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോറിനെയാണ്. അപ്പോൾ ഈ പാർഷ്യൽ ചാർജ്, അതായത് ഇലക്ട്രോൺസ് വളരെയധികം അങ്ങോട്ട് പോകും. അപ്പോൾ പാർഷ്യൽ ചാർജ് വിൽ ബി ഹയർ. യെസ് ഓർ നോ? ഇവിടെ the movement of the electron is slightly lesser. Yes or no? So this electron will slightly move to this side. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന പാർഷ്യൽ ചാർജ് ലെസ്സർ ആയിരിക്കും. ബേസിക്കലി ഇവൻ കാരണം മൊത്തത്തിൽ പ്രശ്നമായി, എല്ലായിടത്തേക്കും കുറച്ച് ചാർജ് ഡെൻസിറ്റി വരുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വരുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ആ ഡയഗ്രാമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നോക്കുക. ക്ലോറിൻ അങ്ങോട്ട് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുന്നു, ഇവിടെ ഒരു പാർഷ്യൽ ചാർജ് വരുന്നു, അവിടെ പാർഷ്യൽ ചാർജ് വരുന്നതുകൊണ്ട് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുന്നു, അങ്ങനെ ഇവിടെയും പാർഷ്യൽ ചാർജ് വരുന്നു. യെസ് ഓർ നോ? ഫൈൻ. ദ റീസൺ ഫോർ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരുന്നത്. ഓക്കെ, നൗ എല്ലാവരും നോക്കുക. ഇറ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് ഇതിനെ പെർമനന്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ നോക്കുക. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, CH3 CH2 Cl. ഓക്കെ, ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഗൈസ്, ഈ ചാർജസ് ക്ലോറിൻ അവിടെ ഉള്ളിടത്തോളം കാലം ഈ ചാർജസ് അവിടെ ഉണ്ടാവും. അതായത് ഈ കോമ്പൗണ്ടിന്, അതായത് കുറച്ച് നേരത്തേക്ക് ആ ചാർജസ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ചാർജസ് പോകുന്നു, മിന്നി മാഞ്ഞു അങ്ങനെയല്ലല്ലോ. ക്ലോറിൻ അവിടെ ഉള്ളിടത്തോളം കാലം ഈ ചാർജസ് അവിടെ ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ പെർമനന്റ് ഇഫക്റ്റ്. യെസ് ഓർ നോ? പെർഫെക്റ്റ്. നെക്സ്റ്റ്, പാർഷ്യൽ പോളറൈസേഷൻ ഇൻ സിഗ്മ ബോണ്ട്. യെസ് ഓർ നോ? Partial polarization in sigma bond electrons due to electronegativity difference between two atoms or groups. Basically, inductive effect il movement of sigma electrons aanu nadakkunnathu. Movement of sigma electrons aanu nadakkunnathu. Sigma electrons ന്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ electrons are sigma bond. This is a sigma bond. ആ sigma bonded electrons നെയാണ് ക്ലോറിൻ അങ്ങോട്ട് വലിക്കുന്നത്. And because the sigma bonded electrons are moving, there is a charge over there. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇപ്പോൾ ഈ റെസണൻസിലും ഹൈപ്പർ കോൺജുഗേഷനിലൊക്കെ എന്താണ് വരുന്നത്? റെസണൻസിൽ മെയിനായിട്ട് വരുന്നത് പൈ ഇലക്ട്രോൺസിൻ്റെ ആക്ടിവിറ്റിയാണ്. നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ വരുന്നത് സിഗ്മ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഈ സിഗ്മ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ചാർജ് സെപ്പറേഷൻ വരുന്നു. Got it? Next, in inductive effect, electrons remain in same orbital. ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റലിലേക്ക് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ? ഇപ്പം ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിലാണ്. ഓക്കെ, ആസ് എൻ ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഓക്കെ, സോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇസ് യൂസ് ടു ബോണ്ട് ബിറ്റ്വീൻ ദിസ് ക്ലോറിൻ. ഈ രണ്ട് ക്ലോറിനും ഒന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാണ്ട് അവന്മാർ വേറെ കംപ്ലീറ്റ് ആയിട്ട് ചാടി വേറെ ഓർബിറ്റലിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. യെസ് നോ? ദീസ് ടു ഇലക്ട്രോൺസ് ആർ സ്ലൈറ്റ്ലി മൂവിങ് ടു ദിസ് സൈഡ്. അതായത് പൊട്ടി വേറെ ഓർബിറ്റലിലേക്ക് ചാടി പോയിട്ടൊന്നുമില്ല, കുറച്ചൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർബിറ്റലിൽ ചേഞ്ചസ് വരുന്നില്ല. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ. നെക്സ്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് എ ഡിസ്റ്റന്റ് ഡിപ്പെൻഡന്റ് ഇഫക്റ്റ്. ഡിസ്റ്റന്റ് ഡിപ്പെൻഡന്റ് ഇഫക്റ്റ് അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ക്ലോറിനോട് ഒട്ടി നിൽക്കുന്ന the carbon that is adjacent to chlorine has a partial positive charge, but the carbon that is adjacent to this carbon will have even lesser positive charge. ഇനി ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു കാർബൺ ഉണ്ടെങ്കിൽ അതിന് ഈവൻ ലെസർ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതായത് ദൂരം കൂടുന്തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ വീര്യം കുറഞ്ഞു വരും, അല്ലെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് ഇൻഡക്റ്റീവ് ഓർ ബേസിക്കലി the effect diminishes with distance. Inductive effect diminishes with distance. Yes or no? Perfect. അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ ദ തേർഡ് ഓർ ഫോർത്ത് കാർബൺ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വിൽ ബി സീറോ. അതായത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്ത്? മൂന്നാമത്തെയോ നാലാമത്തെയോ കാർബൺ കഴിഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും നോക്കുക. ദിസ് കാർബൺ ഇസ് അറ്റാച്ച്ഡ് ടു ക്ലോറിൻ. Chlorine gets a partial negative charge. Carbon gets a partial positive charge. ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കാരണം ഈ രണ്ട് ഇലക്ട്രോൺസും വിൽ ബി പുഷ്ഡ്. അപ്പോൾ ഇവിടെയും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരും, ബട്ട് ദാറ്റ് വിൽ ബി ലെസ്സർ. കാര്യം ഇവൻ നേരിടുന്നത് ക്ലോറിനെയാണ്, വളരെയധികം മൂവ്മെന്റ് വരും. നേരെ മറിച്ച് ഇവൻ നേരിടുന്നത് ഈ കാർബണെയാണ്, മൂവ്മെന്റ് കുറച്ച് കുറവായിരിക്കും. യെസ് ഓ നോ? ഫൈൻ. അത് കഴിഞ്ഞ് ഇവൻ നേരിടുന്നത് ഇവനെയാണ്,
the partial positive charge is even lesser. ഇവൻ നേരിടുന്ന ഇവനെയാണ്, the partial positive charge is even lesser. അതായത് ഡിസ്റ്റൻസ് ഈ ഗ്രൂപ്പ്, ഇവൻ കാരണമാണ് എല്ലാം നടക്കുന്നത്, ഇവൻ കാരണമാണ് ഈ പ്രശ്നം മൊത്തം. ഇവനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും the inductive effect diminishes. Inductive effect diminishes. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഈ ലോജിക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ വിചാരിക്കും സർ ഇപ്പോൾ രണ്ട് ആറ്റംസും സെയിം ആണെങ്കിൽ, അതായത് ഇപ്പോൾ കാർബൺ ഇസ് അറ്റാച്ച് ടു കാർബൺ, അങ്ങനെയാണെങ്കിൽ അവന്മാർ തമ്മിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരില്ലല്ലോ സാറേ. കാർബൺ ഇസ് അറ്റാച്ച് ടു കാർബൺ, അങ്ങനെയാണെങ്കിൽ അവന്മാർ തമ്മിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരില്ലല്ലോ. കാര്യം രണ്ടിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി സെയിം അല്ലേ. ആവണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിത് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. sp3 ഹൈബ്രിഡൈസ് കാർബൺ എസ് ക്യാരക്ടർ 25% ആണ്. sp2 ഹൈബ്രിഡൈസ് കാർബണിന്റെ എസ് ക്യാരക്ടർ 33.33% ആണ്. sp ഹൈബ്രിഡൈസ് കാർബണിന്റെ എസ് ക്യാരക്ടർ 50% ആണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വെൻ എസ് ക്യാരക്ടർ ഇസ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് മോർ. വെൻ എസ് ക്യാരക്ടർ ഇസ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് മോർ. അതായത് ഈ കാർബണിന്റെ electronegativity will be more than this carbon, its electronegativity will be more than this carbon. അതായത് ഞാനിപ്പോൾ ഇവന്മാരെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഇവന്മാരെ അങ്ങോട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവന്മാരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ these electrons will be closer to this carbon. ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. This carbon and this carbon, this sp3, this sp2, this electrons will be closer to this guy. ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. Got it? കാര്യം എന്താണ്? എസ് ക്യാരക്ടർ കൂടുതലാവും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. യെസ് ആണോ? ഫൈൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഈസ് കൺസിഡേർഡ് ടു ബി 0. അതായത് വളരെയധികം ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വരുന്നില്ല കാർബണും ഹൈഡ്രജനും, കുറച്ചുണ്ട്, പക്ഷേ ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി, ഇറ്റ് ഇസ് ടേക്കൺ ടു ബി 0. Okay, inductive effect of carbon hydrogen bond is considered to be 0, not like a great difference വരുന്നില്ല അവന്മാർ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക്. Okay, yes or no? Now understand that there are two types of inductive effect. There are two types of inductive effect, plus I effect and minus I effect. Plus I effect and minus I effect. ഇതിൽ plus I effect എന്താണ്? സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ എടുത്തു. Okay, ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ എടുത്തു, and it is attached to a group over here. If the group is pushing electrons towards the carbon chain, ഇതാണ് എൻ്റെ റെഫറൻസ് കാർബൺ ചെയിൻ, ഇതാണ് എൻ്റെ റെഫറൻസ് കാർബൺ ചെയിൻ. ഓക്കെ, ഒരു മിനിറ്റ്, ഇതാണ് എൻ്റെ റെഫറൻസ് കാർബൺ ചെയിൻ. ഈ റെഫറൻസ് കാർബൺ ചെയിൻ is attached to the group. If the group is pushing electrons towards this carbon chain, that group is plus I with respect to this carbon chain. ഈ കാർബൺ ചെയിനെ വെച്ച് നോക്കുമ്പോൾ I will call it as a plus I. അതായത് this is a electron donating group, EDG. Remember EDG, electron donating group for this carbon chain. എൻ്റെ ആ റെഫറൻസ് കാർബൺ ചെയിന് ആ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. കാര്യം എന്താണ്? അവൻ പുഷ് ചെയ്യാണ് ടുവേർഡ്സ് ദ കാർബൺ ചെയിൻ. നേരെ മറിച്ച് എനിക്കൊരു കാർബൺ ചെയിൻ ഉണ്ട്. സപ്പോസ് ഐ ഹാവ് എ കാർബൺ ചെയിൻ ഓവർ ഹിയർ and it is attached to a group over here. It is attached to a group and that group is withdrawing electrons. Allengi this is more electronegative than carbon. This group is more electronegative than carbon means this will get a partial negative charge, this will get a partial positive charge. അതായത് ഈ ഒരു റെഫറൻസ് കാർബൺ ചെയിനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യാണ്. It is taking electrons away from this carbon chain which makes it a minus I group. It makes it a minus I group. Yes or no, my dear students? Perfect or not? So plus I endana, it pushes electrons into the or towards the carbon chain, the reference carbon chain. Minus I group endana, it takes electrons away from the reference carbon chain. അതുകൊണ്ട് തന്നെ minus I ഗ്രൂപ്പിനെ എനിക്ക് electron withdrawing group എന്ന് വിളിക്കാം. This belongs to the category of electron withdrawing group. This belongs to the category of electron withdrawing group. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ എക്സാമ്പിൾസ് ഇതാ, മനസ്സിലാവുന്നില്ല. അതായത് പ്ലസ് ഐ ഗ്രൂപ്പിൻ്റെയും മൈനസ് ഐ ഗ്രൂപ്പിൻ്റെയും എക്സാമ്പിൾസ് ഇതാ.
ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോണ്ട് വറി. നിങ്ങളിപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് വാട്ട് പ്ലസ് ഐ ഗ്രൂപ്പ് ഇസ്. പ്ലസ് ഐ ഗ്രൂപ്പ് pushes electrons towards the carbon chain. അതായത് നമ്മൾ ഏത് കാർബൺ ചെയിൻ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ കാർബൺ ചെയിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. കാര്യം എന്താണ്? ഇവൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇവിടെയായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ ഗോട്ട് ഇറ്റ്. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രൊപ്പീൻ എടുക്കുകയാണ്, CH2CH3. ഓക്കെ, ഇവനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ? അതായത് ഞാനിപ്പോൾ ഈ ഒരു കാർബൺ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക, ഈ കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് ആസ് എൻ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2. ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ഇവിടെ ഈ ബോണ്ട് നോക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ, ഐ വിൽ ഗെറ്റ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. സോ ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദിസ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എല്ലാവരും നോക്കുക, ഈ ഗ്രൂപ്പ് ആണ് ഞാൻ റെഫറൻസ് ഗ്രൂപ്പായിട്ട് വെക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ ഗ്രൂപ്പാണ് ഞാൻ റെഫറൻസ് ഗ്രൂപ്പായിട്ട് വെക്കുന്നത്. സോ ഒബ്വിയസ്ലി CH3 വിൽ ബി എ പ്ലസ് ഐ ഗ്രൂപ്പ് ഫോർ ദിസ് റെഫറൻസ്. Yes or no? Even വെച്ച് നോക്കുമ്പോൾ CH3 is pushing electrons away from it. So that CH3 will be a plus I group. Yes or no? And it is with respect to. Okay, with respect to ആണ്. നേരെ മറിച്ച് ഞാൻ ഇവനെയാണ് ഞാൻ റെഫറൻസ് ഗ്രൂപ്പായിട്ട് വെക്കുന്നതെങ്കിൽ this guy will act as this group will be a minus I group. Yes or no? Because it is taking electrons away from the CH3. So always understand inductive effect is with respect to. നമ്മൾ പറയണം ഏതാണ് നിങ്ങളുടെ റെഫറൻസ്. ആ റെഫറൻസിനെ വെച്ചിട്ട് മറ്റേ ഗ്രൂപ്പ് ഇലക്ട്രോൺസ് പുഷ് ചെയ്യാണോ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യാണോ എന്ന് നോക്കുക. ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ പ്ലസ് ഐയും മൈനസ് ഐയും ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവരെ വെച്ച് നോക്കും. ഇവരെ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് sp hybridized carbon, this is sp hybridized carbon, this is sp2 hybridized carbon, this is sp2 hybridized carbon. നിങ്ങൾ ഈ ഒരു ബോണ്ട് നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി പാർഷ്യലി നെഗറ്റീവ് പാർഷ്യലി പോസിറ്റീവ്. കാര്യം എന്താണ്? ദിസ് ഇസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ ഇവനെ വെച്ച് നോക്കുമ്പോൾ ഇവനെ എനിക്ക് മൈനസ് ഐ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാര്യം എന്താണ്? ഈ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺസ് വലിക്കുകയാണ്. യെസ് ഓ നോ? Yes, and I can call this group as a minus I group with respect to this guy and vice versa. അതായത് ഈ ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്. കാര്യം അവൻ ഇലക്ട്രോൺസ് തള്ളുകയാണ്. യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ് നോട്ട്? സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് ഓൾവേസ് വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ കാർബൺ ചെയിൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ചെയിൻ ഓഫ് കാർബൺസ്. യെസ് ഓ നോ? ഒരു റെഫറൻസ് ഗ്രൂപ്പിനെ വെച്ചിട്ടാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മൈനസ് ഐ ആണോ പ്ലസ് ഐ ആണോ എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? Yes or no? So now let's get into the different plus I groups. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട പ്ലസ് ഐ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ എന്താ വെക്കുന്നത്? ഇവിടെ റെഫറൻസ് ആയിട്ട് നമ്മളൊരു കാർബൺ ചെയിനെയാണ് വെക്കുന്നത്. വി വിൽ കീപ്പ് എ കാർബൺ ചെയിൻ. അതായത് ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ഗ്രൂപ്പ്. Yes or no? Plus I groups will push electrons towards this carbon chain. Yes or no? So look at this. Plus I effect, like plus I groups are electron donating groups, EDG groups ആണ്. A partial positive charge develops on the group. Yes or no? Because it is pushing electrons away from itself. It is pushing electrons towards the carbon chain. Negative develops on carbon chain. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി വരും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി വരും. Yes or no? Fine. ഏതൊക്കെയാണ് പ്ലസ് ഐ ഗ്രൂപ്പ്സ്? The strongest plus I group is CH2 minus. അത് കഴിഞ്ഞ് NH മൈനസ്, അത് കഴിഞ്ഞ് O മൈനസ്, അത് കഴിഞ്ഞ് CO മൈനസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ നെഗറ്റീവ് ചാർജസ് വരുമ്പോൾ എങ്ങനെയാണ് അതൊരു പ്ലസ് ഐ ഗ്രൂപ്പ് ആവുന്നത്? സിമ്പിളായിട്ട് ലോജിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, അവിടേക്ക് ഞാനൊരു CH2 മൈനസിനെ കൊണ്ടുവരികയാണെങ്കിൽ ദിസ് ഗൈ ഓൾറെഡി ഹാസ് എ നെഗറ്റീവ് ചാർജ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഡോണ്ട് യു തിങ്ക് ഇറ്റ് വിൽ റിപ്പൽ ദ ബോണ്ട് പെയർ ഇലക്ട്രോൺസ്? ഈ ബോണ്ട് പെയർ ഇലക്ട്രോൺസിനെ തള്ളി നീക്കാനേ നോക്കുള്ളൂ. കാര്യം എന്താണ്? ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പായിട്ട് മാറും. കാര്യം എന്താണ്? അവന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവൻ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് തള്ളാനേ നോക്കുള്ളൂ. Yes or no? Yes or no, my dear students? So basically it will turn into a plus I group. Yes or no? അതേപോലെ തന്നെ O മൈനസ്,
അതേപോലെ തന്നെ O മൈനസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. O മൈനസ് നോക്കുകയാണെങ്കിൽ സപ്പോസ് ഐ ഹാവ് എ കാർബൺ ചെയിൻ ഓവർ ഹിയർ. എനിക്കൊരു O മൈനസ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ചാർജ് ഓൾറെഡി. ആ നെഗറ്റീവ് ചാർജ് കാരണം ഇറ്റ് വിൽ ഓൺലി പുഷ് ദീസ് ബോണ്ട് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ കാർബൺ ചെയിൻ. It will push the bond electrons towards the carbon chain, which means that is also a plus I group. അപ്പോൾ നെഗറ്റീവ് ചാർജസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ചാർജസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ പ്ലസ് ഐ ഗ്രൂപ്പ്. കാര്യം എന്താണ്, അവന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവൻ ഇലക്ട്രോൺസിനെ വലിക്കാനല്ല, അവൻ ഇലക്ട്രോൺസിനെ തള്ളി വിടാനേ നോക്കുള്ളൂ. ഇറ്റ് വിൽ ഓൺലി റിപ്പൽ ദി ഇലക്ട്രോൺസ് അവേ ഫ്രം ഇറ്റ് സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും സാറേ കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോഴും കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് കൂടുതൽ പ്ലസ് ഐ ആവുന്നത് നൈട്രജനെയും ഓക്സിജനെയും വെച്ച് നോക്കുമ്പോൾ? ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുക. എനിക്ക് ഇങ്ങനെ ഒരെണ്ണമുണ്ട്, എനിക്ക് കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഐ ഹാവ് എ ഗ്രൂപ്പ് വെയർ കാർബൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്. യു നോ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ. നിങ്ങളിപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ കാർബൺ. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ അർത്ഥം എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി മീൻസ് എബിലിറ്റി ടു പുൾ ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ കൂടുതലായതുകൊണ്ട് ഈ നെഗറ്റീവ് ചാർജിനെ കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓക്സിജൻ ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജിനെ കൂടുതൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓക്സിജൻ ഉണ്ട്. യെസ് ഓർ നോ? കാർബണ് നെഗറ്റീവ് ചാർജ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാർബണ് നെഗറ്റീവ് ചാർജിനെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ നെഗറ്റീവ് ചാർജ് വിൽ ബി വെരി വെരി ഡോമിനൻറ്റ് ഓവർ ഹിയർ. കാര്യം കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കാർബണിലെ ഈ നെഗറ്റീവ് ചാർജ് വിൽ ബി വെരി ഡോമിനൻറ്റ്, ഭയങ്കര എക്സ്പോസ്ഡ് ആയിരിക്കും ആ നെഗറ്റീവ് ചാർജ്. യെസ് ഓർ നോ? ഫൈൻ. യെസ് ഓർ നോ? അതായത് കാർബണിൻ്റെ വിഷമം അടക്കി വെക്കാൻ അറിയില്ല, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് വളരെ എക്സ്പോസ്ഡ് ആയിരിക്കും. നെഗറ്റീവ് ചാർജാണ് അതിൻ്റെ വിഷമം. അതുകൊണ്ട് തന്നെ ഇവൻ്റെ റിപ്പൾഷൻസ് കൂടും. അതായത് ഈ ഇലക്ട്രോൺസ് വിൽ ബി മോർ pushed away from carbon because carbon's electronegativity is lesser. Yes or no, my dear students? Perfect or not? Got it? ഇവിടെ ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അതായത് കുറച്ചൊക്കെ ഈ ഇലക്ട്രോൺസിന് ഓക്സിജന്റെ അടുത്തേക്ക് വരാൻ പറ്റും, കുറച്ചൊക്കെ ഈ ഇലക്ട്രോൺസിന് ഓക്സിജന്റെ അടുത്തേക്ക് വരാൻ പറ്റും. പക്ഷെ കാർബണിന്റെ കേസിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒന്നാമത് നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ്. ഈ രണ്ട് ഇലക്ട്രോൺസ് ദൂരെ പോകാനേ നോക്കുള്ളൂ. നൈട്രജന്റെ ഇടയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ CH2 മൈനസ് ഗ്രേറ്റർ ദാൻ NH മൈനസ് ഗ്രേറ്റർ ദാൻ O മൈനസ് ഗ്രേറ്റർ ദാൻ CO മൈനസ്. CO മൈനസ് എന്താണ്? CO മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് വൺ. ഇവിടെയും നെഗറ്റീവ് ചാർജസ് ഓൺ ഓക്സിജൻ, പക്ഷേ നെഗറ്റീവ് ചാർജ് സ്ലൈറ്റ്ലി അവേ ഫ്രം, ഇതാണ് എൻ്റെ ഗ്രൂപ്പ്. ദിസ് നെഗറ്റീവ് ചാർജ് സ്ലൈറ്റ്ലി അവേ ഫ്രം ദ കാർബൺ ചെയിൻ. അതുകൊണ്ട് തന്നെ ദിസ് വിൽ ഡെഫിനറ്റ്ലി പുഷ് ഇലക്ട്രോൺസ്. ദിസ് ഇസ് ദ പ്ലസ് ഐ ഗ്രൂപ്പ്, പക്ഷേ O മൈനസിനേലും കുറവായിരിക്കും. Got it? Then you have CME3. CME3 എന്താണ് my dear students? CME3 എന്താണ്? എല്ലാവരും നോക്കുക. CME3 എന്ന് ഉദ്ദേശിക്കുന്നത് suppose I have a carbon chain like this. Carbon attached to Me എന്ന് ഉദ്ദേശിക്കുന്നത് methyl ആണ്. Me refers to methyl group. Please understand, Me refers to methyl. So basically I have a methyl group like this. ഒരു മിനിറ്റ്, എവിടെയാ ഒന്ന് വരയ്ക്കുക. ഓക്കെ, ഇവിടെ വരയ്ക്കുക കേട്ടോ. എല്ലാവരും നോക്കുക. കാർബൺ CH3 ഓക്കെ, യെസ് ആണോ? ഇവനെയാണ് CME3 എന്ന് ഉദ്ദേശിക്കുന്നത്. CH3. Got it? എന്തുകൊണ്ടാണ് CME3 ഒരു പ്ലസ് ഐ ഗ്രൂപ്പ്? വൈ ഇസ് ഇറ്റ് എ പ്ലസ് ഐ ഗ്രൂപ്പ്? സിമ്പിൾ ആയിട്ട് നോക്കുക, എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. വൈ ഇസ് ഇറ്റ് എ പ്ലസ് ഐ ഗ്രൂപ്പ്? ഞാനിപ്പോൾ ഈ ഒരു കാർബൺ എടുത്തു. ഓക്കെ, ഈ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ആക്ച്വലി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഹൈഡ്രജനേലും സ്ലൈറ്റ്ലി ഗ്രേറ്റർ ആണ് കാർബണിൻ്റെ. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ്, കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ഹൈഡ്രജനിൽ നിന്ന് കാർബണിലേക്ക് പോകും. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇസ് വെരി ക്ലോസ് ടു 0, പക്ഷേ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തു നിന്നും
electronegativity കുറച്ച് കാർബണിലേക്ക് പോകും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ച് കാർബണിലേക്ക് പോകും. അപ്പോൾ കാർബൺ വിൽ ഡെവലപ്പ് എ സ്മോൾ നെഗറ്റീവ് ചാർജ് ഓവർ ഹിയർ. കുറച്ചൊരു നെഗറ്റീവ് ചാർജ് അവിടെ ഡെവലപ്പ് ആവും. ഇങ്ങനെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ആകുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ അവർ പുഷ് ചെയ്ത് ഈ കാർബണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് ഈ കാർബണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്നും അത് തന്നെ വരും. ഇവിടെയും ഈ കാർബണിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് ഈ കാർബണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെയും അത് തന്നെ വരും. സോ ജനറലി ഈ കാർബണും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റെഫറൻസ് കാർബൺ ചെയിൻ, ദിസ് ഇസ് അവർ റെഫറൻസ് കാർബൺ ചെയിൻ. ബിക്കോസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഓൾറെഡി ഹയർ ഓവർ ഹിയർ, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ തള്ളി മാറ്റാനേ നോക്കുള്ളൂ. ഇതാണ് നമ്മുടെ റെഫറൻസ്. അപ്പോൾ ഈ എൻറ്റയർ ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ ചെയിൻ്റെ അടുത്തേക്ക് തള്ളാനേ നോക്കുള്ളൂ. ഓക്കെ, യെസ് ഓർ നോ? സോ ദാറ്റ് മേക്സ് ഇറ്റ് എ പോസിറ്റീവ് I group, plus I group. Yes or no? It makes it a plus I group. CHMe2 അതിനേലും കുറച്ച് കുറവായിരിക്കും. കാര്യം എന്താണ്? CHMe2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഇങ്ങനെ ഒരു റെഫറൻസ് കാർബൺ ചെയിൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാർബൺ, ഹൈഡ്രജൻ, പിന്നെ ഉള്ളത് CH3. ഓക്കെ, CH3. ഓക്കെ, CHMe2-ല് എനിക്കാകെ 2 CH3 ഗ്രൂപ്പിന്റെ ഉപദ്രവമേ ഉള്ളൂ. ഇവന്മാര് കാരണം ഇവിടുന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, അത് കാരണം ഈ റെഫറൻസ് ചെയിനിലേക്ക് പുഷിങ് ഉണ്ടാവും. പക്ഷെ അവിടെ എനിക്ക് 3 CH3 ഉണ്ട്. 3 CH3 ഉള്ളപ്പോൾ 3 CH3 കൂടി പുഷ് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ കൂടും. അത് കാരണം ഈ റെഫറൻസ് ചെയിനിലേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യും. ഇവിടെ എനിക്ക് 2 എണ്ണേ ഉള്ളൂ, ഇവനും. അപ്പൊ കുറവായിരിക്കും പുഷ്. യെസ് ഓ നോ? അതുകൊണ്ട് തന്നെ CHMe2 കുറച്ച് കുറവായിരിക്കും. സോ ദ മോർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പിലേക്ക് ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. ഈ കാർബൺ ആണ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. അതായത് നമ്മുടെ ഇപ്പൊ ഞാൻ L എന്ന് ഇടാം. L is our reference chain. Okay, L is attached to a carbon, and if this carbon is attached to more number of alkyl groups like attached ആണെങ്കിൽ ഇതിന്റെ പ്ലസ് ഐ ഗ്രൂപ്പ് സ്ട്രെങ്ത് വിൽ ബി മോർ. കാര്യം എന്താണ്? ഇവിടുന്ന് എല്ലായിടത്തുനിന്നും ഇത് വരുന്നുണ്ട്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ കാർബണിൽ വളരെ കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ പുഷ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദിസ് L. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ്, ഇഫ് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ്, ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദിസ് കാർബൺ മോർ ആണെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റ് മോർ ആയിരിക്കും. ഇവിടെ നോക്കൂ, 2 Me ഗ്രൂപ്പാണ് ഇതിലേക്ക് അറ്റാച്ച്ഡ്. പ്ലസ് ഐ ഗ്രൂപ്പ് കുറച്ച് കുറവായിരിക്കും. ഇവിടെ നോക്കൂ, ഒരു Me ഗ്രൂപ്പ്, ഒരു മീഥൈൽ ഗ്രൂപ്പാണ് ഇതിലേക്ക് അറ്റാച്ച്ഡ്. പ്ലസ് ഐ സ്ട്രെങ്ത് ഈവൻ ലെസർ ആയിരിക്കും. ഇത് CH3, ദാറ്റ് ഇസ് ബേസിക്കലി ഒരു ലോങ് ചെയിനിലേക്ക് CH3 മാത്രം അറ്റാച്ച്ഡ് ആണ്. അപ്പോഴും പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ടാവും, ബട്ട് ലെസർ ദാൻ ദീസ് ഗൈസ്. പിന്നെ വരുന്നത് ട്രിറ്റിയം, ഡ്യൂറ്റീരിയം, ഹൈഡ്രജൻ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the plus I effect of tritium will be slightly more than deuterium, which is slightly more than hydrogen. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് ബേസിക്കലി സിലബസിന് ഇല്ല. ബേസിക്കലി കുറച്ച് ഇറ്റ്സ് കോൾഡ് ആസ് ഐസോടോപ്പിക് ഇഫക്റ്റ്. തൽക്കാലം നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ SiH3യും CH3യും. SiH3 will be more than CH3. അതായത് ഒരു ലോങ് ചെയിനിലേക്ക് SiH3 അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിൻ്റെ പ്ലസ് ഐ ഇഫക്റ്റ് മോർ ആയിരിക്കും. കാര്യം എന്താണ്? സിലിക്കോണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ലെസ്സർ ദാൻ കാർബൺ. കാർബണിൻ്റെ അടിയിലാണ് സിലിക്കോൺ വരുന്നത്, അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണെങ്കിൽ ഇറ്റ് വിൽ ഓൺലി ട്രൈ ടു പുഷ് ഇലക്ട്രോൺ ടുവേർഡ്സ് ദ ലോങ് ചെയിൻ. യെസ് ഓ നോ? പിന്നെ കമ്പാരിസൺ വരുന്നത് എന്താണ്? CH3, CH2d, CHD2, CD3. അതായത് ഡ്യൂറ്റീരിയം കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് ഐ ഇഫക്റ്റ് കൂടും. അതിൻ്റെ സിമ്പിൾ അല്ല റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഐസോടോപ്പിക് ഇഫക്റ്റ് ആണ്. ബട്ട് എന്നാലും പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഡ്യൂറ്റീരിയം കാർബൺ ബോണ്ട് ലെങ്ത് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു കാർബൺ പ്രോട്ടിയം ബോണ്ട് ലെങ്ത്. ഡ്യൂറ്റീരിയം കാർബൺ ബോണ്ട് ലെങ്ത് ഇസ് ലെസ്സർ. അതായത് ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ അടുത്താണ്. ഈ കാർബണിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ അടുത്താണ്. ഡ്യൂറ്റീരിയം കാർബൺ ബോണ്ട് ലെങ്ത് സ്മോളർ. കാർബണും ഡ്യൂറ്റീരിയവും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് സ്മോളർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. സോ വെൻ ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു എ റെഫറൻസ് carbon chain over here, already electron density കൂടുതലായതുകൊണ്ട് it will only try to push the electrons away from it.
ഓക്കെ, ഈ ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് മാറ്റാനേ നോക്കുള്ളൂ. ഗോട്ട് ഇറ്റ്? യെസ് ആണ്. അതേപോലെ തന്നെ CT3 ഗ്രേറ്റർ ദാൻ CD3 ഗ്രേറ്റർ ദാൻ CS3. കാര്യം എന്താണ്? ട്രിറ്റിയത്തിന്റെ ബോണ്ട് ലെങ്ത് ഈവൻ ലെസർ ആയിരിക്കും. കാർബൺ ട്രിറ്റിയം ബോണ്ട് ലെങ്ത് വിൽ ബി ഈവൻ ലെസർ. കാർബൺ ട്രിറ്റിയം ബോണ്ട് ലെങ്ത് വിൽ ബി ഈവൻ ലെസർ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈവൻ കൂടുതലായിരിക്കും ഈ കാർബണിൽ. ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ഓൺലി ട്രൈ ടു പുഷ് ഇലക്ട്രോൺസ് അവേ ഫ്രം ഇറ്റ്. ഓക്കെ ഫൈൻ. സോ ഈ ഓർഡർ നിങ്ങൾ പഠിക്കണം. ആദ്യം മനസ്സിൽ വെക്കേണ്ടത് ഈ ഓർഡർ. ഓക്കെ, പിന്നെയുള്ള കമ്പാരിസൺസ് ഇവന്മാരൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഗോട്ട് ഇറ്റ്? ഫൈൻ. നെക്സ്റ്റ് മൈനസ് ഐ ഇഫക്റ്റ്. മൈനസ് ഐ ഇഫക്റ്റിൽ നോക്കുക, NF3+ is the strongest, then NME3+, then NH3+. ഈ NF3+ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് if you have a carbon chain and it is attached to nitrogen which in turn is attached to 3 fluorine. ഓക്കെ, നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. കാര്യം എന്താണ്? It has used its lone pair of electrons. 4 bond, if 4 bonds are attached to nitrogen, it will definitely have a positive charge. Nitrogen hates a positive charge. Nitrogen a positive charge ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ whenever it is attached to a carbon chain, എല്ലാവരും നോക്കുക, whenever it is attached to a carbon chain, whenever nitrogen is attached to a carbon chain, ഇങ്ങനൊരു കാർബൺ ചെയിനിലേക്ക് അറ്റാച്ച്ഡ് ആണ്, and this nitrogen has a positive charge, ഇത് ഈ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വലിച്ച് എടുക്കാൻ നോക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലൂറിനും കളിക്കുന്നുണ്ട്. ഫ്ലൂറിനാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കിങ് ആണ്. അപ്പോൾ ഓൾറെഡി നൈട്രജൻ വളരെ ദാരിദ്ര്യത്തിലാണ്. നൈട്രജൻ്റെ പോസിറ്റീവ് ചാർജ് വളരെ കൂടുതലാണ് അവിടെ. കാര്യം എന്താണ്? 3 ഫ്ലൂറിനും വരുന്നുണ്ട്. നോക്കുക, എല്ലാവരും നോക്കുക, ഫ്ലൂറിനും ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കിങ് ആണ്. അപ്പോൾ ഈ ഫ്ലൂറിൻ ഇസ് ഓൾറെഡി ട്രബിളിങ് നൈട്രജൻ. യെസ് ഓ നോ? ഓൾറെഡി ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് പോവാണ് നൈട്രജൻ്റെ നിന്ന്. അപ്പോൾ ഈ കാർബണെ വെച്ച് നോക്കുമ്പോഴോ, ഈ നൈട്രജന് പോസിറ്റീവ് ചാർജും ഉണ്ട്, ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ ഈവൻ ഈ കാർബണിൻ്റെ നിന്ന് ഇലക്ട്രോൺസ് സിമ്പിളായിട്ട് വലിച്ചെടുക്കും. നൈട്രജന് പോസിറ്റീവ് ചാർജും വരുന്നു, അതിൻ്റെ ഒപ്പം ഫ്ലൂറിനുമാണ് അപ്പുറത്ത്. അത് കഴിഞ്ഞാൽ NME3 എടുക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക, NME3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? NME3 എന്ന് ഉദ്ദേശിക്കുന്നത് when carbon chain is attached to nitrogen which in turn is attached to 3CS3. Got it? 3CS3. അതേപോലെ തന്നെ NH3+ when nitrogen is attached to 3 hydrogens over here. ഇവിടെ 2 കേസിലും നൈട്രജന് പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. ആ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ ഇലക്ട്രോനെഗറ്റീവ് നേച്ചർ വളരെ ഹൈ ആയിരിക്കും. സോ ഇറ്റ് വിൽ ടേക്ക് ഇലക്ട്രോൺസ് ഫ്രം ദ കാർബൺ ചെയിൻ. ഈ കാർബൺ ചെയിനെ വെച്ച് നോക്കുമ്പോൾ they will pull electrons towards itself. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, സാറ് എന്തുകൊണ്ടാണ് NME3+ൻ്റെ മൈനസ് ഐ ഇഫക്റ്റ് കൂടുതൽ? സാറ് എൻ്റെ ലോജിക്കിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് സാറ് എഴുതിക്കുന്നത് തെറ്റാണെന്നാണ്. എനിക്ക് തോന്നുന്നത് CH3ക്ക് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്. സാറ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്ലസ് ഐ ഇഫക്റ്റ് വിൽ ഓൺലി റെഡ്യൂസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജനും. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ആലോചിച്ച് കാണും, സാറ് CH3 പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ്ലി നോക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കുറച്ചായിരിക്കും. അപ്പോൾ ബേസിക്കലി നൈട്രജൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ കുറവായിരിക്കില്ലേ സാറ്? അവിടെ വെച്ച് നോക്കുമ്പോൾ കാര്യം എന്താ? CH3 പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇത് കറക്റ്റാണ്, നിങ്ങളുടെ ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ there is something called as, എല്ലാവരും നോക്കുക, മൈനസ് ഐ ഇഫക്റ്റ് ഓഫ് NR3+. എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി എനി ആൽക്കൈൽ ഗ്രൂപ്പ്. അത് മീഥൈൽ തന്നെ ആവണമെന്നില്ല, ME തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എനി ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഐ ഇഫക്റ്റ് ഓഫ് NH3+. ഇതൊരു വലിയൊരു ഡിബേറ്റ് ആണ് എപ്പോഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നോക്കുക, സോൾവേഷൻ ഇഫക്റ്റ്. ഞാൻ NH3+ എടുക്കുകയാണെങ്കിൽ യൂഷ്വലി ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് വെള്ളമാണ് മെയിനായിട്ടുള്ള മീഡിയം. ഈ വെള്ളത്തിലിടുമ്പോൾ സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, ഓക്കെ, ഇവന്മാരെ കൊണ്ട് വെള്ളത്തിലിടുമ്പോൾ നിങ്ങൾക്കറിയാം water is a polar molecule. It has a partial negative charge over here, partial positive charge over here. Yes or no? ഈ NH3+ന്റെ പോസിറ്റീവ് ചാർജിലേക്ക് ഈ വാട്ടർ molecules will get attracted. So this positive charge will be properly stabilized.
ഓക്കെ, കൈൻഡ് ഓഫ് ലെസർ. അതായത് ഓൾറെഡി ഈ പോസിറ്റീവ്, എന്തുകൊണ്ടാണ് നൈട്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആവുന്നത്? അതായത് NH3+ എന്തുകൊണ്ടാണ് മൈനസ് ഐ ഇഫക്റ്റ് ഓഫ് NH3+ ഇസ് ഹൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് വൺ ഓഫ് ദ റീസൺസ് ഇസ് നൈട്രജൻ ഇസ് ഓൾറെഡി ഇലക്ട്രോനെഗറ്റീവ്. അതർ റീസൺ ഇസ് ഇറ്റ് ഇസ് ഗോട്ട് എ പോസിറ്റീവ് ചാർജ്. യെസ് ഓർ നോ? ആ പോസിറ്റീവ് ചാർജിനെ കുറച്ചെങ്കിലും റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വാട്ടർ മോളിക്യൂൾസിന് സാധിക്കും ഡ്യൂ ടു സോൾവേഷൻ ഇഫക്റ്റ്. ഈ വാട്ടർ മോളിക്യൂൾസ് ഇവനെ അങ്ങോട്ട് പൊതിയുമ്പോൾ എന്താണ്? വാട്ടർ മോളിക്യൂൾസിൽ ഈ നെഗറ്റീവ് ചാർജ് വിൽ പാർഷ്യലി സ്റ്റെബിലൈസ് ദിസ് പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ. പക്ഷേ എല്ലാവരും നോക്കുക, മാക്സിമം സോൾവേഷൻ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് ഉദ്ദേശം എന്താണ്? ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലുള്ള ബോണ്ടിങ് കൂടും, സോൾവേഷൻ കൂടും. മാക്സിമം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. യെസ് ഓർ നോ? നോ അക്യൂമുലേറ്റഡ് ചാർജ് ഓൺ നൈട്രജൻ ആറ്റം. അതായത് ഈ പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ ആറ്റം വളരെ കുറയും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഓൺ ദ നൈട്രജൻ ആറ്റം വളരെ കുറയും. അതുകൊണ്ട് തന്നെ മൈനസ് ഐ ഇഫക്റ്റ് ഡിക്രീസസ്. പക്ഷേ NR3+ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്പർ ഓഫ് ഹൈഡ്രജൻ അറ്റാച്ച് ടു നൈട്രജൻ ഒരെണ്ണേ ഉള്ളൂ, നൈട്രജനിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ സറൗണ്ട് ഇസ് ലെസർ. Number of water molecules that can surround is lesser. Number of water molecules surround is lesser means ഈ പോസിറ്റീവ് ചാർജ് അധികം അങ്ങോട്ട് കുറയില്ല. കാര്യം എന്തുകൊണ്ടാണ്? കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് വരുമ്പോൾ ഈ പോസിറ്റീവ് ചാർജിന്റെ ഒന്ന് ശമനപ്പെടും, അല്ല, ഈ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറയും. കാര്യം എന്താണ്? നെഗറ്റീവ് ചാർജസ് ആണ് അടുത്തേക്ക് വരുന്നത്. യെസ് ഓ നോ? പക്ഷെ ഇവിടെ ഒറ്റൊരെണ്ണേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൈനസ് ഐ ഇഫക്റ്റ് ഇസ് increases എന്ന് ഉദ്ദേശിക്കുന്നത് it is more than NH3+. Yes or no? Least solvation or no solvation. Yes or no charge distribution, accumulated charge present, minus I effect increases. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലോജിക്കലാവും. അതായത് എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവൻ ഇതിനിടയിൽ കൂടുതൽ? കാരണം ലോജിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാനും പാടായിരിക്കും. പിന്നെ വരുന്ന NO2, പിന്നെ CN, CO2H, F greater than Cl greater than Br greater than I. നിങ്ങൾക്കറിയാം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ നോക്കിയാൽ തന്നെ അറിയാം, ഫ്ലൂറിൻ്റെ ക്ലോറിനേലും കൂടുതലാണ്, ക്ലോറിൻ്റെ ബ്രോമിനേലും കൂടുതലാണ്, ബ്രോമിൻ്റെ അയഡിനേലും കൂടുതലാണ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. ഈ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി ഫ്ലൂറിൻ ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ OH വിച്ച് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ OR ഗ്രൂപ്പ്. ഈ ഒരു ഓർഡർ നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കണം. ഗോട്ട് ഇറ്റ്? ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഗോട്ട് ഇറ്റ്? Fine. നിങ്ങൾക്കറിയാം, മൈനസ് ഐ ഗ്രൂപ്പ് ഇസ് ബേസിക്കലി an electron withdrawing group. It withdraws electron from the carbon chain. Got it? Fine. നമുക്കിനി ഇവന്മാരെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇവിടെയാണ് ഇവൻ്റെ മെയിൻ കളികൾ വരാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ മെയിൻ കളികൾ ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റെബിലിറ്റി ഓഫ് എ കാർബോകാറ്റയോൺ ആൻഡ് ഫ്രീ റാഡിക്കൽ. നിങ്ങൾക്കറിയാം, കാർബോകാറ്റയോണും ഫ്രീ റാഡിക്കലും രണ്ടും ഇലക്ട്രോഫൈൽസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, കാർബോകാറ്റയോണെയും ഫ്രീ റാഡിക്കലിനെയും സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് ഇവന്മാരെ സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഒരു കാർബോകാറ്റയോൺ ഉണ്ട്, ഇതിലേക്ക് ഞാനൊരു ഗ്രൂപ്പിനെ വെച്ചു. ഈ ഗ്രൂപ്പ് ഇസ് എ മൈനസ് ഐ ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ടേക്കിംഗ് ഇലക്ട്രോൺസ് അവേ ഫ്രം ദിസ് കാർബൺ. ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഈ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി അങ്ങോട്ട് കൂടും. അപ്പം നിങ്ങൾക്ക് ഡസൻറ്റ് ഇറ്റ് മേക്ക് സെൻസ്? അതായത് കാർബോകാറ്റയോണിൻ്റെയും ഫ്രീ റാഡിക്കലിൻ്റെയും സ്റ്റെബിലിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ ഗ്രൂപ്പ്. പ്ലസ് ഐ ഗ്രൂപ്പ്സ്, ഞാൻ ഇവിടെ തന്നെ ഒരു പ്ലസ് ഐ ഗ്രൂപ്പിനെ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ. മൈനസ് ഐ ഗ്രൂപ്പിനെ വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ. So basically their stability is directly proportional to plus I group, inversely proportional to minus I group. അതായത് പ്ലസ് ഐ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും, പ്ലസ് ഐ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ, അതായത് ഇഫ് ദർ ആർ ടു പ്ലസ് ഐ ഗ്രൂപ്പ്സ്, the one that is more plus I, the one that is stronger plus I will only increase the carbocation stability, is only going to increase the carbocation stability. Okay? Minus I group ആണെങ്കിൽ the more minus I it is decreasing the stability of the carbocation. കാര്യം മൈനസ് ഐ ഗ്രൂപ്പ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. Got it? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും നോക്കുക. Arrange the following carbocations according to stability order. Arrange the following carbocations according to stability order. CS3 plus ഉണ്ട്, CS3 CS2 plus ഉണ്ട്, CS3 CH CS3 plus ഉണ്ട്, CH3 CS3 CS3 C plus ഉണ്ട്.
Obviously, my dear students, the stability order will be this, this and this. എന്തുകൊണ്ടാണ്? ഇവിടെ നിങ്ങൾക്ക് മൂന്ന്, ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്, ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്, ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്. So all of them pushes electron towards the positive charge. All of them pushes electron towards the positive charge. ഞാൻ പറഞ്ഞു എപ്പോഴും ചാർജിനെ ഡിമിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ that will only stabilize the group. ഇത് മൂന്നും പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആണ്. പ്ലസ് ഐ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ്, മോർ ദ പ്ലസ് ഐ ഗ്രൂപ്പ്സ് ബെറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാറ്റയോൺ. യെസ് ഓ നോ? ഇവിടെ വരുന്നതോ, ഇവിടെ രണ്ട് പ്ലസ് ഐ ഗ്രൂപ്പ്സേ വരുന്നുള്ളൂ. ഇവിടെ രണ്ട് പ്ലസ് ഐ ഗ്രൂപ്പ്സേ വരുന്നുള്ളൂ. യെസ് ഓ നോ? സ്റ്റെബിലിറ്റി വിൽ ബി ലെസർ ദാൻ ദാറ്റ്. ഇവിടെ വരുന്നതോ, ഇവിടെ ഒരു പ്ലസ് ഐ ഗ്രൂപ്പ്, ഇവിടെ പ്ലസ് ഐ ഗ്രൂപ്പ്സ് വരുന്നതേ ഇല്ല. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, സ്റ്റെബിലിറ്റി ഓർഡർ വിൽ ബി ദിസ്. ഗായ്സ്, ഇതിനെ കൂടുതൽ നിങ്ങൾ ഹൈപ്പർ കോൺജുഗേഷനിൽ മനസ്സിലാക്കും. ഹൈപ്പർ കോൺജുഗേഷനും ഉപയോഗിച്ച്, ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് ആണ് ഇവിടെ ആക്ച്വലി കൂടുതൽ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ആണ് കുറച്ചും കൂടി ഡോമിനൻറ്റ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഡോണ്ട് വറി. നെക്സ്റ്റ് ഇവിടെ നോക്കുക. ഇവിടെ ഈ കാർബൺ മൈ ഡിയർ സ്റ്റുഡൻസ് ഇസ് അറ്റാച്ച്ഡ് ടു, എല്ലാവരും നോക്കുക, ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദിസ് പെർട്ടിക്കുലർ കാർബൺ ഓവർ ഹിയർ വിച്ച് ഇൻ ടേൺ ഇസ് അറ്റാച്ച്ഡ് ടു അതർ കാർബൺസ്. ഇനി ഈ കാർബണോ, ഈ കാർബൺ പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആർ കമ്മിങ് ഫ്രം 3 സൈഡ്സ്. 3 സൈഡിൽ നിന്ന് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്. ഈ കാർബണെ നോക്കുകയാണെങ്കിലോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ഐ ഇസ് കമ്മിങ് ഫ്രം ഓൺലി 2 സൈഡ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലസ് ഐ ഇസ് കമ്മിങ് ഓൺലി ഫ്രം 1 സൈഡ്. യെസ് ഓ നോ? ഇവിടെ 3 പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച്ഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും, അല്ലേ? ഇവിടെ നിന്നോ ഇതോ 2 സൈഡിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ഇതോ സോറി, ഇവനോ ഒറ്റൊരെണ്ണേ വരുന്നുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സോ ബേസിക്കലി വാട്ട് ഇസ് ദി ഓർഡർ മൈ ഡിയർ സ്റ്റുഡൻസ്? What is the order, my dear students? Suppose this is structure number 1, this is structure number 2, this is structure number 3. എന്തായിരിക്കും ഓർഡർ? 2. എന്തായിരിക്കും ഓർഡർ മൈ ഡിയർ സ്റ്റുഡൻസ്? 2 greater than 3 greater than 1. Guys, ഇവിടെയും ഞാൻ പറയുന്ന ഒരു കാര്യം, ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഇവിടെ കൂടുതൽ ഇഫക്റ്റ്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഞാനിപ്പോൾ തൽക്കാലം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ടാണ് ഇവൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ആക്ച്വലി ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഇവിടെ യൂസ്ഫുൾ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനി ഇവനെ നോക്കുമ്പോൾ എല്ലാവരും നോക്കുക, CH2+. പക്ഷേ NO2 ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, CN ഗ്രൂപ്പ് ഉണ്ട്, ഫ്ലൂറിൻ ഗ്രൂപ്പ് ഉണ്ട്. ഇത് 3 മൈനസ് ഐ ഗ്രൂപ്പ്സ് ആണ്. NO2 മൈനസ് ഐ ആണ്, CN മൈനസ് ഐ ആണ്, Fഉം മൈനസ് ഐ ആണ്. സ്ട്രെങ്ത് നോക്കുമ്പോഴോ മൈ ഡിയർ സ്റ്റുഡൻസ്, സ്ട്രെങ്ത് നോക്കുക. NO2 is greater than CN which is greater than F. അതായത് NO2 ഗ്രൂപ്പിന്റെ മൈനസ് ഐ ഇഫക്റ്റ് കൂടുതലാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ് CN, അത് കഴിഞ്ഞ് F. So obviously my dear champions, മൈനസ് ഐ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ കാർബോകാറ്റയോണിന്റെ സ്ട്രെങ്ത് കുറയും. മൈനസ് ഐ ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ കാർബോകാറ്റയോണിന്റെ സ്ട്രെങ്ത് കുറയും. സോ ബേസിക്കലി ഇവനായിരിക്കും ലീസ്റ്റ്, പിന്നെ വരുന്നത് ഇവൻ, പിന്നെ അവൻ. മൈനസ് ഐ ഇഫക്റ്റ് കൂടുമ്പോൾ എന്താ പറ്റുന്നത്? ഈ പോസിറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി അങ്ങോട്ട് കൂടും. ഇവൻ വലിക്കുകയാണ്, ഇവൻ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൂടി വരും. യെസ് ഓ നോ? ഇവൻ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇവൻ ഇവിടുന്ന് വലിക്കുന്നു, പിന്നെ ഇവൻ ഇവിടുന്ന് വലിക്കുന്നു. സോ ഇവൻച്വലി ഈ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും. ഗോഡ്. നെക്സ്റ്റ് എല്ലാവരും നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റയോൺസ് അക്കോർഡിംഗ് ടു സ്റ്റെബിലിറ്റി ഓർഡർ. ഇവിടെ CD3 ഉണ്ട്, ഇവിടെയും ഒരു CD3 ഉണ്ട്, ഇവിടെയും ഒരു CD3 ഉണ്ട്. നമുക്കറിയാം ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇത് 3 പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആണ്. ഇത് 3 പ്ലസ് ഐ ഗ്രൂപ്പ്സ് ആണ്. നിങ്ങൾക്കറിയാം CD3 എന്ന് ഉദ്ദേശിക്കുന്ന പ്ലസ് ഐ ഗ്രൂപ്പാണ്. കാർബോകാറ്റയോൺ വരുന്നത് ഇവിടെയാണ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിമിനിഷസ് വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കാർബോകാറ്റയോണെ വെച്ച് നോക്കുമ്പോൾ ഏതവനാണ് കൂടുതൽ ദൂരെ? ഇവനാണ് കൂടുതൽ അടുത്ത്. യെസ് ഓർ നോ? സോ ഒബ്വിയസ്ലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ് വിൽ ബി മോർ ഡോമിനൻറ്റ് ഓവർ ഹിയർ. പ്ലസ് ഐ ഇഫക്റ്റ് ഇവിടെ ഡോമിനൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. യെസ് ഓർ നോ? സോ എല്ലാവരും നോക്കുക, C greater than B greater than A. കാര്യം എന്താണ്? കാര്യം 3ഉം സെയിം ഗ്രൂപ്പ് ആണെങ്കിലും ഇവിടെ ആയിരിക്കും കൂടുതൽ ഡോമിനൻ്റ്. കാര്യം അവിടെ ഡിസ്റ്റൻസ് കുറവാണ്. നെക്സ്റ്റ് വൺ നോക്കാം.
ഓൾറെഡി അവിടെ ആൻസർ വന്നു കഴിഞ്ഞു. എന്നാലും നോക്കുക, ABC തന്നിട്ടുണ്ട്. യെസ് ഓ നോ? ഈ ഗ്രൂപ്പാണോ CH2 പ്ലസ് CH2 പ്ലസ് CH2 പ്ലസ്, ഈ ഗ്രൂപ്പാണോ കൂടുതൽ പ്ലസ് ഐ ഗ്രൂപ്പ് സ്ട്രെങ്ത്, ഈ ഗ്രൂപ്പിനാണോ ഈ ഗ്രൂപ്പിനാണോ? എല്ലാവരും നോക്കുക. ദിസ് ഇസ് CH3 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 CME3 ഗ്രൂപ്പാണിത്. CME3 ഗ്രൂപ്പാണിത്. യെസ് ഓ നോ? ഇവനോ CH2 CH3, ഇവനോ CH3 CH3H. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ, പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റിൽ ഇതാണ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ടു ദ റെഫറൻസ് ഗ്രൂപ്പ്. ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, ദിസ് ഇസ് അവർ റെഫറൻസ് ഗ്രൂപ്പ്. ഈ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അതിന്റെ പ്ലസ് ഐ ഗ്രൂപ്പ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ ബേസിക്കലി ബിയുടെ പ്ലസ് ഐ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിന്റെ പ്ലസ് ഐ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ കാർബോകാറ്റയോൺ മോർ. സോ ബി. അത് കഴിഞ്ഞ് വരുന്നത് സി. കാര്യം ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് അറ്റാച്ച് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. ഇതാണ് പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ടു ദ റെഫറൻസ് ചെയിൻ. ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എ. കാര്യം എന്താണ്? ഇവിടെ CH2 CH3 ഒറ്റ ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ് ഈ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. യെസ് ഓ നോ? ഇത് ഇസ് അറ്റാച്ച് ടു ദ റെഫറൻസ് ചെയിൻ. This is attached to only one CH3 group. More the number of alkyl groups, better the plus I effect. Okay. Next, CD3 CH3 CT3. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു CT3യുടെ കൂടുതലായിരിക്കും, അത് കഴിഞ്ഞ് CD3, അത് കഴിഞ്ഞ് CH3. Okay, plus I effect of CT3 will be more. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. So basically C greater than A greater than B. C greater than A greater than B. Got it, my dear champions? ഇവിടെ നോക്കൂ my dear students, എല്ലാവരും നോക്കുക. CH3 CH2 CH2 പ്ലസ് ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് വരുന്നുണ്ട്, ഇവിടെ ഒരു F വരുന്നുണ്ട്. ഇത് മൈനസ് ഐ ഗ്രൂപ്പാണ്, വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മൈനസ് ഐ ഗ്രൂപ്പ്സ്. ഇതും മൈനസ് ഐ ഗ്രൂപ്പാണ്. യെസ് ഓനോ? ഇവിടെ നമുക്കൊരു പ്ലസ് ഐ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്. വിത്ത് റെസ്പെക്ട് ടു ദ കാർബോകാറ്റയോൺ ദിസ് ഇസ് എ പ്ലസ് ഐ ഗ്രൂപ്പ്. മൈനസ് ഐ ഗ്രൂപ്പ് വരുന്നില്ല. സോ ദിസ് വിൽ ബി ദ മോസ്റ്റ് സ്റ്റേബിൾ എ. അത് കഴിഞ്ഞിട്ട് സി ഗ്രേറ്റർ ദാൻ ബി. കാര്യം എന്താണ്? ഫ്ലൂറിന്റെ മൈനസ് ഐ ഇഫക്റ്റ് ലെസർ ആണ്. മൈനസ് ഐ ഇഫക്റ്റ് കൂടുന്തോറും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും. മൈനസ് ഐ ഇഫക്റ്റ് കൂടുന്തോറും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും. യെസ് ഓനോ? മൈനസ് ഐ ഇഫക്റ്റ് കൂടുന്തോറും കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും. യെസ് ഓനോ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ ബേസിക്കലി എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ ഇതിന്റെ ഉൾട്ടയായിരിക്കും. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, മൈനസ് ഐ ഗ്രൂപ്പ് അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടും. കാര്യം എന്താണ്? കാർബാനയോണ് നെഗറ്റീവ് ചാർജ് ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. കാർബാനയോണ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. യെസ് ഓനോ? കാർബാനയോണ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ എനി ഗ്രൂപ്പ് which can reduce the negative charge, is good. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ it will reduce the negative charge. കാർബാനയോൺ നെഗറ്റീവ് ചാർജ് കുറയ്ക്കും. സോ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഐ ഇഫക്റ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് ഐ ഇഫക്റ്റ്. കാര്യം എന്താണ്? ഇഫ് ദർ ഇസ് എ പ്ലസ് ഐ ഗ്രൂപ്പ് will only increase the electron density of കാർബാനയോൺ. കാർബാനയോൺ ഓൾറെഡി നെഗറ്റീവ് ചാർജ് വെച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വന്ന് പുഷ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടും. ഇറ്റ് വിൽ ഓൺലി ഡിക്രീസ് ദ സ്റ്റെബിലിറ്റി. ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കാം. ഇങ്ങനെ 3 ഓർഡർ വന്നിട്ടുണ്ട്. NO2 മൈനസ് ഐ ഇഫക്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നെഗറ്റീവ് ചാർജസ് ഓൺ കാർബൺ, നെഗറ്റീവ് ചാർജസ് ഓൺ ഓക്സിജൻ, നെഗറ്റീവ് ചാർജസ് ഓൺ നൈട്രജൻ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കുക. വിച്ച് നെഗറ്റീവ് ചാർജ് വിൽ ബി മോർ സ്റ്റെബിലൈസ്ഡ്? Obviously മൈനസ് ഐ ഗ്രൂപ്പ് സെയിം ആണ് എല്ലായിടത്തും. NO2 ഗ്രൂപ്പ് ഇസ് ദ സെയിം. അപ്പൊ നിങ്ങൾ ഇനി നോക്കേണ്ടത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഏതിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ്? കാർബൺ. So this negative charge on carbon will be more destabilized. It will be destabilized more than negative charge on nitrogen, which will be more than negative charge on oxygen. Karyam oxygen can hold on to a negative charge in a better way. Oxygen more electronegative ആണ്. So basically the order will be 2 greater than 3 greater than 1. ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കാര്യം ഓവർ ഹിയർ നെഗറ്റീവ് ചാർജസ് ഓൺ ഓക്സിജൻ, അത് കഴിഞ്ഞ് 3. കാര്യം ഓവർ ദർ നെഗറ്റീവ് ചാർജസ് ഓൺ നൈട്രജൻ, അത് കഴിഞ്ഞ് കാർബൺ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, എല്ലാവരും നോക്കുക. കാർബാനയോൺസ്, 3 കാർബാനയോൺ, 3ലും ഫ്ലൂറിൻ ആണ് മൈനസ് ഐ. ഓക്കെ, മൈനസ് ഐ ഗ്രൂപ്പ് ഇസ് ബേസിക്കലി ദ സെയിം ഇൻ ഓൾ ഓഫ് ദീസ്. പക്ഷേ ഡിസ്റ്റൻസ് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ ഈ ഫ്ലൂറിൻ ഇസ് അറ്റാച്ച് ടു 1 2 3 ദ തേർഡ് കാർബൺ ഫ്രം ദ നെഗറ്റീവ് ചാർജ്. യെസ് ഓർ നോ? ഇവിടെ
the fluorine is attached to 1, 2, the second carbon from the negative charge. Ivade negative charges, fluorine is attached to the first carbon from the negative charge. So minus I effect is more dominant over here. Minus I effect is more dominant. Minus I effect more dominant ആണെങ്കിൽ ഇവിടെ ആയിരിക്കും stability കൂടുതൽ. ഇവിടെ ആയിരിക്കും stability കൂടുതൽ. Yes or no? So stability over there is higher. അത് കഴിഞ്ഞ് ഇവൻ. കാര്യം ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് കുറയും. Minus I effect will be more dominant over here. Minus I effect dominant, better the stability of carbanion. Yes or no? അതേപോലെ തന്നെ മറ്റവനെ നോക്കാം. CS3 CS2 minus CS3 minus ഇവിടെ ഇത് രണ്ട് കോമ്പൗണ്ട് ആണ് കേട്ടോ. രണ്ടെണ്ണമാണ്. CS2 minus CS2F, CS2 minus CS2CN, CS2 minus CS2 NO2. Obviously NO2 is the strongest. അത് കഴിഞ്ഞ് CN, അത് കഴിഞ്ഞ് F. മൈനസ് ഐ സ്ട്രെങ്ത് ആണ് ഞാൻ പറയുന്നത്. ഇവനൊരു പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്. ദിസ് വിൽ ഓൺലി ഡീസ്റ്റെബിലൈസ് ദ നെഗറ്റീവ് ചാർജ് because this is a plus I group. But all the others are minus I groups. This is minus I, this is minus I, this is minus I. Minus I effect stabilizes the negative charge. Stronger the minus I, stable the negative charge. So that is more stable. അത് കഴിഞ്ഞ് CN വരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. Then comes CS3 minus. കാരണം CS3 minusൽ ഒരു ഗ്രൂപ്പും അറ്റാച്ച്ഡ് അല്ല. മൈനസ് ഐ ഇല്ല, പ്ലസ് ഐ ഇല്ല. അത് കഴിഞ്ഞ് ഇവൻ വരുന്നു. കാര്യം എന്താണ്? ഇവിടെ ഒരു പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ് വിൽ ഓൺലി ഡീസ്റ്റെബിലൈസ് ദ നെഗറ്റീവ് ചാർജ്. കമ്പയർഡ് ടു CS3 minus, this will be less stable. Got it? Next, CS3 CN NO2. Obviously, ഇതായിരിക്കും ഓർഡർ മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം NO2 is more electronegative. Minus I group strength is more in NO2. Better for carbanion. Yes or no? C greater than B greater than A. ഇവിടെയോ NF3 plus വരുന്നു, F വരുന്നു, CD3 വരുന്നു. Minus I group. This is the strongest minus I group. It is only going to make it more stable. Carbanion stability ഇവിടെ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് F, അത് കഴിഞ്ഞ് CD3. കാര്യം എന്താ? CD3 is a plus I group. It will only destabilize the negative charge. Yes or no? So basically A greater than B greater than C. Got it? Yes or no, my dear students? Next is application of inductive effect in acidic strength. അതായത് രണ്ട് ആസിഡ് തരികയാണ്. അതിൽ ഏത് ആസിഡാണ് സ്ട്രോങ്ങർ ആസിഡ് എന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ്? അത് പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് എൻ ആസിഡ്? എന്താണ് ഒരു ആസിഡ്? സപ്പോസ് യു ഹാവ് സംതിങ് ലൈക്ക് HA എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ദിസ് HA dissociates. If you put it in water, it dissociates into H plus and A minus. ഈ A മൈനസിനെയാണ് ഞാൻ കോൺജുഗേറ്റ് ബേസ് എന്ന് വിളിക്കുന്നത്. ഈ ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ്. So basically when you remove a H plus from an acid, that is when you get a conjugate base. ഇപ്പോൾ HClന്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? HClന്റെ കോൺജുഗേറ്റ് ബേസ് is basically Cl minus. Yes or no? H2SO4ന്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? H2SO4ന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് HSO4 minus. Yes or no? HBrന്റെ കോൺജുഗേറ്റ് ബേസ് എന്താണ്? Is basically Br minus. So basically when you remove an acid minus a H plus, ഒറ്റൊരു H plus remove ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ് ബേസ്. Now understand that the acid is in equilibrium with this H plus and A minus. ആ equilibrium constant equation എന്തായിരിക്കും? Concentration of A minus into concentration of H plus divided by concentration of HA. Simple. Now my dear champions, ഈ KAയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? KAയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതായത് ഈ ആസിഡ് ഇസ് മോർ ഡിസോസിയേറ്റഡ്, മോർ H പ്ലസ് കോൺസെൻട്രേഷൻ ഉണ്ട്. യെസ് ആണോ? സോ എല്ലാവരും നോക്കൂ, ഫോർ എ സ്ട്രോങ് ആസിഡ് H plus concentration is more. It will be more dissociated. KA value will be more. So basically pKa value will be less. pKa എന്താണ്? മൈനസ് ലോഗ് ഓഫ് KA. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ആസിഡിന്റെ KA വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും. കാര്യം എന്തായിരിക്കും? That is more dissociated. Or else we can say that its pKa value will be lesser. Yes or no? Now understand that എപ്പോഴായിരിക്കും strength കൂടാൻ പോകുന്നത്? When does an acid want to dissociate more? Think about it. When does an acid want to dissociate more? ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, അവർ തമ്മിൽ പൂര അടിയാണ്, എപ്പോഴും അടിയാണ്. ഓക്കെ, സോ ദേ ഡിസൈഡ് നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇഫ്
the conjugate base of the acid is more, as in conjugate base is stable. അതായത് ഈ നെഗറ്റീവ് ചാർജ് സ്റ്റേബിൾ ആണെങ്കിൽ ആസിഡ് വിൽ ബി വില്ലിംഗ് ടു സ്പ്ലിറ്റ് ഈസിലി. ഈ നെഗറ്റീവ് ചാർജ് സ്റ്റേബിൾ ആണെങ്കിൽ ദ ആസിഡ് വിൽ ബി വില്ലിംഗ് ടു സ്പ്ലിറ്റ് ഈസിലി. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, സ്റ്റെബിലിറ്റി ഓഫ് ദ കോൺജുഗേറ്റ് ബേസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, സോറി സിമ്പിളായിട്ട് ഞാൻ ഇവിടെ എഴുതി തരാം, സ്ട്രെങ്ത് ഓഫ് ആസിഡ്, strength of acid is directly proportional to stability of conjugate base. Stability of conjugate base. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. സ്ട്രെങ്ത് ഓഫ് ആസിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്. ഫോർ എക്സാമ്പിൾ HCl എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് ആസിഡ്? കാര്യം അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് Cl- ആണ്. ആ നെഗറ്റീവ് ചാർജ് ക്ലോറിൻ്റെ ഉള്ളിലാണ്. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റമാണ്. ക്ലോറിൻ്റെ ഓർബിറ്റലും വലുതാണ്. ആ നെഗറ്റീവ് ചാർജ് വളരെ സുരക്ഷിതമാണ്. ദാറ്റ് ആനയോൺ സ്റ്റേബിൾ ആക്ച്വലി. അതുകൊണ്ടാണ് HCl ഇസ് എ സ്ട്രോങ് ആസിഡ്. യെസ് ഓർ നോ? സോ ബേസിക്കലി ഒരു ആസിഡിൻ്റെ സ്ട്രെങ്ത് നോക്കണമെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. കോൺജുഗേറ്റ് ബേസ് എപ്പോഴും ഒരു ആനയോൺ ആയിരിക്കും. ആനയോണിൻ്റെ സ്റ്റെബിലിറ്റി എപ്പോഴായിരിക്കും കൂടുതൽ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ. നമുക്ക് ഓൾറെഡി അറിയാം ആനയോൺ സ്റ്റെബിലൈസ്ഡ് ബൈ ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. നേരെ മറിച്ച് സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിലോ ആ കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ ബേസിക്കലി നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കോൺജുഗേറ്റ് ബേസിന് സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ആസിഡ് കൂടുതലായിരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ, സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് കുറവായിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് കുറവാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ആസിഡ് കുറവായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു തരാം. ആൽക്കഹോളും H2O എടുക്കുക. ആൽക്കഹോളിന്റെ കോൺജുഗേറ്റ് ബേസ് RO- ആണ്, റിമൂവിങ് H+. H2Oയുടെ കോൺജുഗേറ്റ് ബേസ് OH- ആണ്. യെസ് ഓർ നോ? RO- നമുക്കറിയാം ഈ R എന്ന് പറയുന്നത് ഒരു +I ഗ്രൂപ്പാണ്. ഇറ്റ് വിൽ ഇൻക്രീസ് ദി നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ഓൺ ഓക്സിജൻ, മേക്കിംഗ് ഇറ്റ് ലെസ് സ്റ്റേബിൾ. സോ ബേസിക്കലി കോൺജുഗേറ്റ് ബേസ് ഇസ് ലെസ് സ്റ്റേബിൾ ഫോർ ആൽക്കഹോൾ. അതുകൊണ്ട് തന്നെ acidic strength will be lesser for alcohol. Acidic strength of H2O will be more. ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ. ഒരു എക്സെപ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് methanol. Methanol is the only alcohol whose acidic strength is greater than water. ബാക്കി ഏത് ആൽക്കഹോൾ എടുത്താലും അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് വിൽ ബി. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ മെത്തനോൾ എന്തുകൊണ്ടാണ്? മെത്തനോളിൻ്റെ റീസൺ സോൾവേഷൻ ഒക്കെയാണ്. അതിലിപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ കിടക്കുന്നില്ല. Okay, just keep this exception in mind. Methanol is the only alcohol whose acidic strength is more than water. ബാക്കി എല്ലാത്തിൻ്റെയും ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. കോൺജുഗേറ്റ് ബേസ് എടുക്കുമ്പോൾ ആ ആനയോൺ, ബിക്കോസ് ഓഫ് ദ +I effect of R, the anion will be less stabilized. As in, it will be destabilized. Anion destabilized ആണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് ആണത്. കോൺജുഗേറ്റ് ബേസ് is destabilized. Acidic strength will be lesser. Now നമുക്കിത് നോക്കാം. മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. Obviously, acidic strength will be more for methanoic acid. Yes or no? കാര്യം എന്താണ്? ഇവരുടെ കോൺജുഗേറ്റ് ബേസ് നോക്കൂ. ഇവിടെ കോൺജുഗേറ്റ് ബേസ് വരുന്നത് എന്താണ്? ഇവിടെ കോൺജുഗേറ്റ് ബേസ് വരുന്നത് ഇത്. ഇവിടെ കോൺജുഗേറ്റ് ബേസ് വരുന്നത് ഇത്. ഇവിടെ കോൺജുഗേറ്റ് ബേസ് വരുന്നത് ഇത്. Yes or no? CH3CH2 is a +I group. It will decrease the negative charge stability. Yes or no? So conjugate base stability is lesser, acidic strength is lesser. ഇവിടെ +I group ഒന്നും വരുന്നില്ല. Yes or no? That is a logic. Yes or no? Perfect. Got it. അടുത്ത നോക്കാം. CH3COOH, HCOOH, CF3COOH. Yes or no? Structure number 1, structure number 2, structure number 3. ഇവിടെ എനിക്കൊരു CF3 ഗ്രൂപ്പാണ്. ഇറ്റ്സ് എ -I ഗ്രൂപ്പ്. -I ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇസ് ഗോയിങ് ടു ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കോൺജുഗേറ്റ് ബേസ്. യെസ് ആണോ? ഇവിടെ എനിക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇറ്റ് വിൽ ഓൺലി ഡിക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്. ഈവൻ ആസിഡിക് സ്ട്രെങ്ത് കൂട്ടുന്നു. കാര്യം എന്താണ്? കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ 3 is the greatest. Then comes ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡിൽ ഒരു ഗ്രൂപ്പും ഇല്ല. സോ 3 greater than 2 greater than 1. Got it, my dear students?
Perfect or not? Got it. So എല്ലാവരും നോക്കുക. ഇത് ബേസിക്കലി എക്സ്പ്ലനേഷൻ സ്ലൈഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവന്മാരെ നോക്കുക. ഡൈ കാർബോക്സിലിക് ആസിഡ്സ് ആണ്, 2 കാർബോക്സിലിക് ആസിഡ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. കാർബോക്സിലിക് ആസിഡ്, ഇവിടെ ഒരു CS2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 2 CS2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്. ഞാൻ കോൺജുഗേറ്റ് ബേസ് എടുക്കുകയാണെങ്കിൽ ഈ കോൺജുഗേറ്റ് ബേസിനെ ഏറ്റവും കൂടുതൽ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത് ഇവനായിരിക്കും. കാര്യം എന്താണ്? ഇവിടെ 4 CH2 ഗ്രൂപ്പ് ഉണ്ട്. കൂടുതൽ പ്ലസ് ആയി ഇഫക്റ്റ് വരും. കൂടുതൽ പ്ലസ് ആയി ഇഫക്റ്റ് വരുമ്പോൾ ആ നെഗറ്റീവ് ചാർജ് വിൽ ബി ഡീസ്റ്റെബിലൈസ് ദ മോസ്റ്റ്. ഇവിടെയാണ് ഡീസ്റ്റെബിലൈസേഷൻ ഏറ്റവും ലെസ്. കാര്യം ഇവിടെ CS2 ഗ്രൂപ്പ് വരുന്നതേ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ഈ ഹെച്ചും പോയിക്കൂടെ? അതും പോവാം. ഐ എം ജസ്റ്റ് ടെല്ലിങ് കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒറ്റ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. ഇവിടെ 4 CS2 ഗ്രൂപ്പ് ഉണ്ട്. പ്ലസ് ഐ ഇഫക്റ്റ് അത്രയും കൂടുതലായിരിക്കും. നെഗറ്റീവ് ചാർജ് സ്റ്റെബിലിറ്റി കുറയും, കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് അത്രയും കുറവായിരിക്കും. യെസ് ഓർ നോ? സോ ബേസിക്കലി ദിസ് ഇസ് ദ മോസ്റ്റ്. അത് കഴിഞ്ഞ് ഇവൻ വരുന്നു സക്സിനിക് ആസിഡ്, അത് കഴിഞ്ഞ് ഗ്ലൂട്ടാറിക് ആസിഡ്, അത് കഴിഞ്ഞ് അഡിപ്പിക് ആസിഡ്. ഇതിൻ്റെ പേരുകൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർ IUPAC നോമൻക്ലേച്ചർ പോയി കാണുക. നെക്സ്റ്റ് CS3 CS2 COH, അത് വരുന്നു, ഇത് വരുന്നു. ഇവിടെ ബേസിക്കലി എല്ലാവരും നോക്കൂ, മൈനസ് ഐ ഗ്രൂപ്പ് ഇതാണ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിമിനിഷസ് വിത്ത് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മൈനസ് ഐ ഇഫക്റ്റ് വിൽ ബി സ്ട്രോങ്ങസ്റ്റ് ഓവർ ഹിയർ ബിക്കോസ് ദിസ് Cl is closest to the carboxylic acid. Minus I group attached to carboxylic acid will increase the acidic strength. Remember, conjugate base stability നോക്കുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് will be more stabilized by Cl. This negative charge will be more stabilized by Cl because this Cl is closer to this negative charge. So basically 2 ആണ് ആദ്യം വരുന്നത്. പിന്നെ ഏതാണ് ക്ലോസർ? പിന്നെ ക്ലോസർ വരുന്നത് 3 ആണ്. പിന്നെ ക്ലോസർ വരുന്നത് 4 ആണ്. പിന്നെയാണ് 1 വരുന്നത്. കാര്യം 1ൽ മൈനസ് ഐ ഗ്രൂപ്പേ ഇല്ല. 1ൽ ആകെ ഉള്ളത് ഈ പ്ലസ് ഐ ഗ്രൂപ്പാണ്. ഇറ്റ് വിൽ ഓൺലി കോൺജുഗേറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡീസ്റ്റെബിലൈസ് ദ കോൺജുഗേറ്റ് ബേസ്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? നെക്സ്റ്റ് ഇവനെ നോക്കാം. എല്ലാവരും നോക്കുക. CN ഉണ്ട്, CS3 ഉണ്ട്, F ഉണ്ട്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു നോ ദാറ്റ് ദിസ് ഇസ് എ മൈനസ് ഐ ഗ്രൂപ്പ്, ദിസ് ഇസ് എ പ്ലസ് ഐ ഗ്രൂപ്പ്, ദിസ് ഇസ് എ മൈനസ് ഐ ഗ്രൂപ്പ്. മൈനസ് ഐ ഗ്രൂപ്പിൽ തന്നെ CNന്റെ സ്ട്രെങ്ത് ആണ് കൂടുതൽ. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, സ്ട്രോങ്ങർ ദ മൈനസ് ഐ ഗ്രൂപ്പ്, സ്ട്രോങ്ങർ ദി ആസിഡ്. സോ A greater than C greater than B. കാര്യം എന്താണ്? ഇത് പ്ലസ് ഐ ഗ്രൂപ്പാണ്. ദിസ് ഇസ് ഓൺലി ഗോയിങ് ടു ഈ കോൺജുഗേറ്റ് ബേസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. ചെയ്യുമ്പോൾ that is decreasing the strength of acid. Yes or no? So that is what happens. ഇവിടെ നോക്കൂ my dear students, ഇവിടെയും മൈനസ് ഐ group, this is stronger. So B greater than C greater than A. Okay. Yes or no? ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ഇവിടെ വരുന്നത് OH ആണ് കേട്ടോ. ഞാൻ അതാണ് നോക്കിയത്. ഇവിടെ വരുന്നത് OH ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ആണ്. സോറി മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്സ് ആണ്, ഇത് OH ഗ്രൂപ്പാണ്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കാർബോക്സിലിക് ആസിഡ് ഇസ് ഇറ്റ്സെൽഫ് ആൻ ആസിഡ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനി ടൈം കാർബോക്സിലിക് ആസിഡ്സ് strength will be greater than an alcohol. ഇതൊരു പ്രോപ്പർ ആസിഡ് ആണ്. ഇതിന്റെ കറക്റ്റ് റീസൺ നിങ്ങൾ റെസൊണൻസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കാർബോക്സിലിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസസ് ആർ ജനറലി മോർ സ്റ്റേബിൾ ദാൻ ഒരു ആൽക്കഹോളിന്റെ കോൺജുഗേറ്റ് ബേസ്. എനിക്കറിയാം നിങ്ങൾ എന്താ ആലോചിക്കണമെന്ന്. ഇല്ല സാറേ, പക്ഷേ ഇവിടെയും നെഗറ്റീവ് ചാർജസ് ഓൺ ഓക്സിജൻ, ഇവിടെയും കോൺജുഗേറ്റ് ബേസ് എടുത്താൽ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ. അല്ല, ഈ നെഗറ്റീവ് ചാർജ് ഈസ് affected by another phenomenon called as resonance. Carboxylic acid and negative charge is stabilized by resonance also. അത് നിങ്ങൾ മനസ്സിലാക്കണം. Yes or no? അതുകൊണ്ട് തന്നെ 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഫാക്ടർ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഒരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ് ഇസ് മോർ സ്ട്രോങ്ങർ ദാൻ
an alcohol. കാര്യം എന്താണ്? കാർബോക്സിലിക് ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ ഡ്യൂ ടു റെസണൻസ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് BCA അല്ല ഇവിടെ വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല മക്കളെ, ഒരു മിനിറ്റ്. ഇവിടെ വരാൻ പോകുന്നത് ഇവൻ എന്തായാലും ഇവനും this will be lesser than this guy also. So basically C greater than A greater than B ആണ്. Okay, cab ആണ്. Got it? Next, ഇവിടെ നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ 3 -I ഗ്രൂപ്പ്സ്, ഇവിടെ 2 -I ഗ്രൂപ്പ്സ്, ഇവിടെ 1 -I ഗ്രൂപ്പ്. സ്ട്രെയിറ്റ് അവേ ഇത് ആകെ 2 സെക്കൻഡ് കാര്യമേ ഉള്ളൂ. ദിസ് ഈസ് മോർ ദാൻ ദിസ്. യെസ് ഓർ നോ? മോർ ദ -I ഗ്രൂപ്പ് സ്ട്രെങ്ത്, സ്ട്രോങ്ങർ ദി ആസിഡ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 3 ആൽക്കഹോൾ ആണ്. നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, 3 ആൽക്കഹോൾ ആണ്. ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് ഇതാണ്, ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് ഇതാണ്, ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് ഇതാണ്. ഏത് നെഗറ്റീവ് ചാർജ് ആണ് കൂടുതൽ സ്റ്റെബിലൈസ്ഡ്? ഓ, വീണ്ടും ഒരു കാര്യം മറന്നു. ഇവിടെ ഒരുത്തൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ദ സ്ട്രോങ്ങർ ആസിഡ് ഗ്രൂപ്പിനെയാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുമ്പോൾ സാറ് 2 H മറക്കാമല്ലോ, ഇതിൽ ഏത് H ആണ് മറക്കുക? അണ്ടർസ്റ്റാൻഡ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ ആസിഡിക് സ്ട്രെങ്ത് വരാൻ പോകുന്നത് കാർബോക്സിലിക് ആസിഡിൽ നിന്നാണ്. ഇവനെക്കുറിച്ച് നിങ്ങൾക്ക് മറക്കാം. യെസ് ആണോ? സോ ബേസിക്കലി ദിസ് വൺ നമുക്കറിയാം, ഇവനെയും കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല. അതായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും വരികയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡിനെ ആദ്യം കൂടി എഴുതുക. ഓക്കെ, യു കാൺട്ട് ഈവൻ കമ്പയർ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് റെസണൻസിൽ നിങ്ങൾ കാണും. ദെൻ കംസ് -I സ്ട്രെങ്ത്. -I സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഏതിലാണ്? ഇത് NF3+ ആണ് കേട്ടോ. -I സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ NF3+ലാണ്. അത് കഴിഞ്ഞ് ഇതിലാണ്. സോ C greater than A greater than B. Get it? Yes or no? കാര്യം ഇവിടെ O- നെയിം സ്ട്രെങ്ത് നോക്കിയാൽ മതി, സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. NF3 is a -I group, NF3+. It will stabilize a conjugate base more. So conjugate base stability കൂടുതലാണെങ്കിൽ acidic strength അതേപോലെ തന്നെ കൂടുതലായിരിക്കും. Yes or no? So basically that's it. Next, ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഫോമിക് ആസിഡ് ആണ്, ഇത് ബേസിക്കലി അസറ്റിക് ആസിഡ് ആണ്. ഇത് വളരെ സിമ്പിളാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. എവിടെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് അവനായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. യെസ് ആണോ? സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്. സോ A greater than B greater than C. കാര്യം എന്താണ്? ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. അതന്നെ, ഇവിടെ +I ഗ്രൂപ്പാണുള്ളത്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ +I ഗ്രൂപ്പാണുള്ളത്. യെസ് ഓ നോ? നെക്സ്റ്റ് വൺ, ഇവിടെ കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ. സോ ബേസിക്കലി ഇവന്മാർ രണ്ടും എന്തായാലും അവസാനമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കണ്ട. ഇവന്മാരിൽ 2 പേരിലും A ആയിരിക്കും കൂടുതൽ. കാര്യം എന്താണ്? -I ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ വരാൻ പോകുന്നത് ഇവനായിരിക്കും. ഓക്കെ, പിന്നെയാണ് ആൽക്കഹോളിനെ എടുത്തിടാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, പിന്നെ ആൽക്കഹോളിനെ എടുത്തിടാൻ പാടുള്ളൂ. കാർബോക്സിലിക് ആസിഡ്സ് വരുവാണെങ്കിൽ ആൽക്കഹോളിനെ കുറിച്ച് നോക്കണ്ട, അവന്മാരെ പിന്നെ കൺസിഡർ ചെയ്താൽ മതി. A greater than B greater than C greater than D. എന്തുകൊണ്ടാണ്? സിയും ഡിയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു -I ഗ്രൂപ്പ് ഉണ്ട്. സിയും ഡിയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ -I ഗ്രൂപ്പ് ഉണ്ട്. ഈ conjugate base will be more stabilized. Okay? Yes or no? Perfect. Next, basic strength. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സ്ട്രെങ്ത് ആണ്. ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? സംതിങ് ദാറ്റ് ഡൊണേറ്റ്സ് H+. ബേസ് is something that takes the H+. ആ H+നെ എടുക്കാൻ പറ്റിയവനാണ് ബേസ്. So who takes a H+? Someone who has a lone pair. Okay? Yes or no? ഈ ലോൺ പെയർ ഈ H+ന് ഡൊണേറ്റ് ചെയ്ത് you will form a conjugate acid. What is formed over here is a conjugate acid. Conjugate acid എന്ന് പറഞ്ഞാൽ very simple, a base plus H+. ഒരു ബേസ് പ്ലസ് H+ നെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ബേസ് പ്ലസ് H+നെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഒരു ബേസ് ഒരു H+ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺജുഗേറ്റ് ആസിഡ് ആയി. ഫോർ എക്സാമ്പിൾ, Cl- ന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? HCl. Br- ന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? HBr. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഇങ്ങനെ ഒരു കാർബോക്സിലേറ്റ് ആയതുകൊണ്ട് കോൺജുഗേറ്റ് ആസിഡ് എന്താണ്? RCOH. Got it? Now understand that
നിങ്ങൾ സിമ്പിളായിട്ട് ലോജിക്ക് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കില്ലേ, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ബ്രേക്കപ്പ് ആയി, അവർ when they decide to live separately, when they are more stable, separation is more better. നേരെ മനസ്സിൽ ഉൾട്ടാ ലോജിക്ക് നോക്കുക. രണ്ടുപേര് സ്നേഹത്തിലാണ്, ഓക്കെ, they decide, ഓക്കെ ഫൈൻ, നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാം, then only we will be stable. അപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങും. So whenever the stability of the conjugate acid is more, base will be stronger. When a good base has a stable conjugate acid, എല്ലാവരും നോക്കുക, a strong base is directly proportional to stability of conjugate acid. Stability of conjugate acid. Strong base is directly proportional to stability of conjugate acid. Conjugate acid എപ്പോഴും ഒരു cation ആയിരിക്കും. So basically plus I group is, നമ്മളിപ്പോൾ പ്ലസ് ഐ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ്, അതായത് ബേസ് സ്ട്രോങ്ങർ ആയിരിക്കും. മൈനസ് ഐ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അല്ലേ? മൈനസ് ഐ ഗ്രൂപ്പ്സ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് പോസിറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും, അതായത് കോൺജുഗേറ്റ് ആസിഡിന്റെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ബേസിന്റെ സ്റ്റെബിലിറ്റി ബേസിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, പ്ലസ് ഐ ഗ്രൂപ്പ്സ്, electron donating groups increases strength of base, electron withdrawing groups decreases strength of base. സിമ്പിൾ ആയിട്ട് വേറെ ലോജിക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് പുഷിംഗ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ലോൺ പെയർ കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ പുഷസ് ഇലക്ട്രോൺസ്. ലോൺ പെയർ കൂടുതൽ ഡൊണേറ്റബിൾ, as in donating a lone pair would be more easy. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ബേസ് ഉണ്ട്, ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു എ ഗ്രൂപ്പ് വിച്ച് ഇസ് ഇലക്ട്രോൺ വിഡ്രോയിങ്, അതായത് ഈ ലോൺ പെയർ കുറച്ച് ഉള്ളിലേക്ക് വലിയും, അതിനെ ഡൊണേറ്റ് ചെയ്യാൻ പാടായിരിക്കും. എ ഗുഡ് ബേസ് ഇസ് സംതിങ് ദാറ്റ് ക്യാൻ ഡൊണേറ്റ് ദ ലോൺ പെയർ വെൽ. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത് ഇങ്ങനെയും കാണാം, അല്ലെങ്കിൽ കോൺജുഗേറ്റ് ആസിഡിന്റെ സ്റ്റെബിലിറ്റി വെച്ചും കാണാം. നമുക്ക് നോക്കാം. ഈ ബേസസ് എടുക്കുകയാണ്, ഓക്കെ, ഈ രണ്ടെണ്ണം. ഇവിടെ ഈ നൈട്രജൻസ് ഹൈബ്രിഡൈസേഷൻ ഇസ് sp3. കാര്യം എന്താണ്? ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു 3 sigma bonds 1 lone pair. 3 sigma bonds 1 lone pair. ഓക്കെ, ഇവിടെ ഈ നൈട്രജൻ ഈസ് അറ്റാച്ച്ഡ് ടു 2 sigma bonds and 1 lone pair. സോ ബേസിക്കലി ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp2 ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ഈ നൈട്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ലോൺ പെയർ വിൽ ബി ലെസ് അവൈലബിൾ. ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ വിച്ച് ഇസ് മോർ ബേസിക്? ദിസ് ഇസ് മോർ ബേസിക്. അല്ലെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് സ്റ്റെബിലിറ്റി നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് സ്റ്റെബിലിറ്റി, കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2 is NH3+. Conjugate acid of this guy will be എല്ലാവരും നോക്കുക, NH+. ഓക്കെ, എല്ലാവരും നോക്കൂ, പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ ആൻഡ് പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. ഇത് ബേസിക്കലി എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഗായ് ഓവർ ഹിയർ ഇസ് sp2 ഹൈബ്രിഡൈസ് കാർബൺ, ദിസ് ഇസ് sp3 ഹൈബ്രിഡൈസ് കാർബൺ. sp2 ഹൈബ്രിഡൈസ് കാർബണിൽ പോസിറ്റീവ് ചാർജ് വരുന്നതാണോ sp3 ഹൈബ്രിഡൈസ് കാർബണിൽ പോസിറ്റീവ് ചാർജ് വരുന്നതാണോ നല്ലത്? ഓബ്വിയസ്ലി ഇത് ചീത്തയാണ്, ഇതാണ് ബെറ്റർ. പോസിറ്റീവ് ചാർജ് ഓൺ ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം മോശമുള്ള കാര്യമല്ലേ? സോ കോൺജുഗേറ്റ് ആസിഡ് ഇസ് ലെസ് സ്റ്റേബിൾ. ദാറ്റ് മീൻസ് എ കറസ്പോണ്ടിങ് ബേസ് ഇസ് weaker compared to this. ഇനി ഇവിടെ നോക്കുക, electron withdrawing groups which is stronger, this is stronger than this. So electron minus I group is better over here. Yes or no? So this lone pair is less available compared to this lone pair. This lone pair is less available. So this is more basic. Sorry, that will be less basic. That will be less basic. അല്ലേ? ബേസിന്റെ ഉപയോഗം എന്താണ്? It should be able to donate it. അല്ലെങ്കിൽ നിങ്ങൾ കോൺജുഗേറ്റ് ആസിഡ് നോക്കുക, ഇവിടെ വരുന്നത് NH3+, ഇവിടെ വരുന്നതും NH3+. വിച്ച് പോസിറ്റീവ് ചാർജ് ഇസ് മോർ സ്റ്റേബിൾ? ദിസ് പോസിറ്റീവ് ചാർജ് വിൽ ബി മോർ സ്റ്റേബിൾ, ദിസ് വിൽ ബി ലെസ് സ്റ്റേബിൾ. കാര്യം എന്താ? മൈനസ് ഐ ഗ്രൂപ്പും കൂടുതലാണ്, പോസിറ്റീവ് ചാർജ് വിൽ ബി ഡീസ്റ്റെബിലൈസ്ഡ്, കോൺജുഗേറ്റ് ആസിഡ് വിൽ ബി ഡീസ്റ്റെബിലൈസ്ഡ്. യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? പെർഫെക്റ്റ്, ഗോട്ട് ഇറ്റ്. അടുത്തത് വരുന്നത് ഇവിടെ നോക്കുക, തേർഡ് വൺ നോക്കുക. ഇവിടെ നോക്കുക,
ഈ നൈട്രജൻ ഹൈബ്രിഡൈസേഷൻ വരുന്നത് എന്താണ്? sp ആണ്. ഓക്കെ, 1 sigma bond 1 lone pair. ഇത് sp2 ആണ്, ഇത് sp3 ആണ്. Obviously this will be the basic strength order. കാര്യം എന്താണ്? sp ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ലോൺ പെയർ വിൽ ബി ലെസ് അവൈലബിൾ. കോൺജുഗേറ്റ് ആസിഡ് നോക്കുക. കോൺജുഗേറ്റ് ആസിഡ് വരുന്നത് ഇതാണ്. യെസ് ഓർ നോ? കോൺജുഗേറ്റ് ആസിഡ് വിൽ ബി വെരി ഡീസ്റ്റെബിലൈസ്ഡ്. കാര്യം പോസിറ്റീവ് ചാർജ് വരുന്നത് sp ഹൈബ്രിഡൈസ്ഡ് നൈട്രജനിലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി നിൽക്കുന്ന ഒരുത്തന് പോസിറ്റീവ് ചാർജ് വരികയാണ്. ദാറ്റ്സ് ഇറ്റ്. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് ക്വിക്ക്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഓൾ വെറൈറ്റീസ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കണ്ടു. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ്. അയ്യോ, ഇത് വളരെ ഡയറക്റ്റ് ആണ്, മെമ്മറി ബേസ്ഡ് ആണ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് പ്ലസ് ഐ ഇഫക്റ്റ് ഏതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? വളരെ ഡയറക്റ്റ് ആണ്. ബി ആണ് ആൻസർ. CH2 മൈനസ് ഗ്രേറ്റർ ദാൻ O മൈനസ് ഗ്രേറ്റർ ദാൻ COO മൈനസ് ഗ്രേറ്റർ ദാൻ ദിസ്. ഇവിടെ എന്താണ് തെറ്റ് വരുന്നത്? ഓപ്ഷൻ എയിൽ COO മൈനസ് ഗ്രേറ്റർ ദാൻ O മൈനസ്. അത് തെറ്റാണ്. O മൈനസ് ഗ്രേറ്റർ ദാൻ COO മൈനസ് ആണ്. നമ്മൾ ഓൾറെഡി ഓർഡർ കണ്ടു. ഇവിടെ എന്താണ് തെറ്റ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ആർ ഡെഫിനറ്റ്ലി മോർ പ്ലസ് ഐ ദാൻ ന്യൂട്രൽ ഗ്രൂപ്പ്സ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നെഗറ്റീവ്ലി ചാർജ് ഗ്രൂപ്പ്സ് ആർ മോർ പ്ലസ് ഐ ദാൻ ന്യൂട്രൽ ഗ്രൂപ്പ്സ്. ഓക്കെ, യെസ് ഓർ നോ? അതിൽ തന്നെ O മൈനസ് ഗ്രേറ്റർ ദാൻ NH മൈനസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. NH മൈനസ് ഗ്രേറ്റർ ദാൻ O മൈനസ് അല്ലേ? താഴത്ത് നോക്കുകയാണെങ്കിലും NH മൈനസും ഇവനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇവൻ ഇവിടെ വരണം NH മൈനസ് വരേണ്ടത് ആദ്യമാണ്. NH മൈനസ് ഷുഡ് ബി ദ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ്. യെസ് ആണോ? ഇവനായിരിക്കണം ലീസ്റ്റ്. ഗോട്ട് ഇറ്റ്? തെറ്റാണ്. സോ ബേസിക്കലി ബി ഈസ് ദി ആൻസർ ഫോർ ദിസ് വൺ. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ആസിഡിക് സ്ട്രെങ്ത്. എത്തനോയിക് ആസിഡ് നോക്കുക, CH3COOH. പിന്നെ വരുന്നത് OMe. OMe എന്ന് വെച്ചാൽ OCH3 ആട്ടോ, മിത്തോക്സി ഗ്രൂപ്പാണത്. അറ്റാച്ച് ടു CH2COOH. പിന്നെ വരുന്നത് CF3COOH. പിന്നെ വരുന്നത് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് അല്ല. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, CO ME ട്വൈസ്. ഒരു മിനിറ്റ്, ഇവിടെ വരുന്നത് CH3 CH2COH ആണ് കേട്ടോ. ഇവിടെ വരുന്നത് ME ട്വൈസ് അല്ല വരുന്നത്, CH3 CH2COH ആണ്. ഓക്കെ, യെസ് ഓ നോ? സോ ബേസിക്കലി എല്ലാവരും നോക്കുക, CH3 CH2COOH. ഇതിലേതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? മൈനസ് ഐ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഓബ്വിയസ്ലി ആസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ മൈനസ് ഐ സ്ട്രെങ്ത് ഏതാണ്? CF3-ക്കാണ്. യെസ് ഓനോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഓക്സിജൻ ഇല്ലേ ഇവിടെ? ഓക്സിജനും മൈനസ് ഐ ഇഫക്റ്റ് ഇല്ലേ? ഉണ്ട്. പക്ഷെ ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ CF3 ഈസ് ബെറ്റർ. യെസ് ഓനോ? സോ CF3-ക്ക് കൂടുതലാണ്. അത് കഴിഞ്ഞാണ് ഇവൻ വരാൻ പോകുന്നത്. സോ ബേസിക്കലി C വിൽ ബി ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. അത് കഴിഞ്ഞ് വരുന്നതാണ് B. യെസ് ഓനോ? അത് കഴിഞ്ഞ് വരുന്നത് A. അത് കഴിഞ്ഞ് വരുന്നത് D. CBAD ആയിരിക്കും ആൻസർ. C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ D. ഗോട്ട് ഇറ്റ്? യെസ് ഓനോ? നെക്സ്റ്റ്, the correct order of increasing basic nature of the bases NH3 CH3 NH2 CH3 twice NH in gas phase. ഈ ഇൻ ഗ്യാസ് ഫേസ് എന്തുകൊണ്ടാണ് തന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇൻ ഗേഷ്യസ് ഫേസ് നിങ്ങൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓൺലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഷുഡ് ബി കൺസിഡേർഡ്. 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 നേരെ മറിച്ച് ഇവന്മാരെ അക്വസ് ഫേസിൽ ഇടുകയാണെങ്കിൽ, ഇവന്മാരെ വെള്ളത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ സോൾവേഷൻ എഫക്റ്റും ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മറ്റേ NR3+നെയും NH3+നെയും കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ ലോജിക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നേരെ മറിച്ച്
ഇവന്മാർ ബേസിക്കലി അമോണിയാണ്, ഇതൊരു അമീനാണ്. ഇവന്മാരൊക്കെ ഈ അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫേസ് ഇൻ വിച്ച് ഇറ്റ് ഇസ് പ്രസൻറ്റ്. ഗേഷ്യസ് ഫേസിലാണെങ്കിൽ ഓർഡർ ആയിരിക്കും, അക്വസ് ഫേസിലാണെങ്കിൽ വേറെ ഓർഡർ ആയിരിക്കും. അക്വസ് ഫേസിൻ്റെ ലോജിക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ നോക്കേണ്ടത് വിച്ച് ഫേസ് ഇറ്റ് ഇസ് ഇൻ ഗേഷ്യസ് ഫേസ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ 2 +I ഗ്രൂപ്പ്സ് ഉണ്ട്, ഇവിടെ ഒരു +I ഗ്രൂപ്പേ ഉള്ളൂ, ഇവിടെ ഒരു +I ഗ്രൂപ്പും ഇല്ല. +I ഗ്രൂപ്പ് കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടുതലാണ്, +I ഗ്രൂപ്പ്സ് കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടുതലാണ്. യെസ് ആണോ? സോ ബേസിക്കലി ദിസ് വൺ വിൽ ബി മോസ്റ്റ്, ദെൻ CH3 NH2 ദെൻ NH3. അക്വസ് ഫേസിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. അക്വസ് ഫേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല സോൾവേഷൻ ഇഫക്റ്റും വരും, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സെഷനാണ്. ഇത് മാത്രം കണ്ടാൽ മതി മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ പറയുന്നു ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ആപ്ലിക്കേഷൻസും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്ലീസ് ഗോ ത്രൂ ഇറ്റ് കംപ്ലീറ്റ്ലി. എന്നിട്ട് ഇതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യാൻ നോക്കുക. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. ചാനലിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. പിന്നെ എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് എപ്പോഴും ഒരു അനു എപ്പോഴും കമൻറ്റ് ബോക്സിൽ ഇടാൻ സാറേ PDF ഇടുമോ എന്നുള്ളത്. PDF ഞാൻ ബേസിക്കലി അതൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് മോളെ. അനുവിനോട് മാത്രമല്ല എല്ലാവരോടും എല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിരിക്കും. ഓക്കെ, GOCയുടെ. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. ഓക്കെ, എന്തായാലും ഇട്ടിരിക്കും. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. So I'll see you guys for the next class. Till then, Sulan.